സുവിശേഷം എന്ന് പറഞ്ഞാൽ പ്രത്യയശാസ്ത്രമല്ല, തത്വസംഹിതകളല്ല, കുറെ അഭിപ്രായങ്ങൾ പറയുന്നതല്ല. നിങ്ങൾക്കറിയാം, പലർക്കും അറിയാൻ പാടില്ലാത്തവരുടെ അറിവിന് സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അത് യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമെടുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു, അതാ സുവിശേഷം. സുവിശേഷം എന്ന് പറയുമ്പോൾ തന്നെ നല്ല വാർത്തയാ. എനിക്ക് ആംഗലേയ ഭാഷ വലിയ വശമില്ല, അതുകൊണ്ട് എനിക്ക് ഒത്തിരി അബദ്ധവും പറ്റിക്കൊണ്ടിരിക്കുക. വശമുള്ളവരെ കൂടെ നിർത്തി അവരെ വശക്കേടാക്കി വെച്ച് പോയി. അപ്പം അതുകൊണ്ട് വലിയ വശമില്ല. എങ്കിലും അഭിഷിക്തരായ ദൈവദാസന്മാർ പറഞ്ഞും പഠിപ്പിച്ചുമൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ട് ഗുഡ് ന്യൂസാണ്, നല്ല വാർത്ത. നിങ്ങൾക്കറിയാം, ന്യൂസ് 3-4 അക്ഷരമാണ്. ഏതൊക്കെ അക്ഷരം? ന്യൂസ്, സ്പെല്ലിങ്. സുബിന് ഉറക്കെ പറയടേ. അദ്ദേഹത്തിൻ്റെ ഭാര്യ കോളേജിൽ പഠിപ്പിക്കുക, അങ്ങനെയല്ലോ ഒന്ന് പറ. ന്യൂസ്, NEWS, ന്യൂസ് 4 അക്ഷരമാണ്. NEW. ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. ആ നല്ല വാർത്ത മറ്റൊന്നുമല്ല, നിങ്ങൾക്കായിട്ട് ഒരുവൻ ജനിച്ചിരിക്കുന്നു, നസറയനാകുന്ന യേശു ക്രിസ്തു. അതാ ഈ വാർത്ത. അപ്പൊ ഈ ന്യൂസ്, ആ സ്പെല്ലിങ് ലോകത്തിന്റെ 4 വശത്തും ഇത് അറിയിക്കണം. N നോർത്ത്, E ഈസ്റ്റ്, W വെസ്റ്റ്, S സൗത്ത് എന്ന് പറഞ്ഞാൽ വടക്കും തെക്കും പടിഞ്ഞാറും കിഴക്കുമെല്ലാം അറിയിക്കാൻ പറ്റിയ ഒരേ ഒരു നല്ല വാർത്ത, അത് യേശു ക്രിസ്തു. എല്ലാം കിഴക്ക് അറിയിക്കേണ്ട വാർത്ത ഇതാ. ഏതാ? സ്തോത്രം. കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും എല്ലാം അറിയിപ്പാൻ കൊള്ളാവുന്ന ഒരേ ഒരു വാർത്ത, നല്ല വാർത്ത, യേശു ക്രിസ്തു, നസറായനാകുന്ന യേശു ക്രിസ്തു. സ്തോത്രം. മാനവജനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിൽ അവതരിച്ച് നമുക്ക് വേണ്ടി ജീവിച്ച്, മരിച്ച്, അടക്കപ്പെട്ട്, ഉയർത്ത് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു. ആ വാർത്ത, അതാണ് സുവിശേഷം. അത് ഏത് സ്ഥലത്തും പറയാം, എവിടെയും അറിയിക്കാം. ഇന്ന് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞ കാര്യം അറിയാമല്ലോ, പേപ്പർ വായിച്ചവർക്കറിയാം. ക്രിസ്ത്യാനികളെ പറ്റി നല്ല കാര്യമാണ് കേന്ദ്രമന്ത്രി പറഞ്ഞേക്കുന്നത്. ഞാനിത് പേപ്പർ വായിച്ചു, നിങ്ങൾ വായിച്ചെന്ന് തോന്നുന്നു. സ്തോത്രം. നല്ല വാർത്തയാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ വിശേഷതകളാണ് പുതിയ നിയമത്തിലെ പ്രാരംഭ 4 പുസ്തകമാകുന്ന മത്തായി സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, ഈ 4 സുവിശേഷങ്ങളിൽ അറിയിച്ചിരിക്കുന്നത്. എപ്പോഴും പറയാനുള്ള കാര്യമാണ്, യേശു ക്രിസ്തു രാജാവാണ്. യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ച് കാണിച്ചു തന്ന വ്യക്തിയാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ദാസനെ പോലെ അമ്മ ജീവിച്ച് തെളിയിച്ചു. എല്ലാത്തിലും ഉപരി യേശു ക്രിസ്തു ഏക സത്യ നിത്യ ദൈവമാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം, മനുഷ്യത്വം, ദാസ്യത്വം, ദൈവത്വം, അതാണ് ഈ 4 പേരും മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും അടുക്കിടക്കായിട്ട് തെളിയിച്ചിരിക്കുന്നത്. മത്തായി സുവിശേഷകൻ ഈ യഹൂദന്മാരെയും കൂടെ ഉന്നം വെച്ച എഴുതിയിരിക്കുന്നത്. ഓരോ ഉദ്ദേശമുണ്ടല്ലോ. യഹൂദന്മാർക്ക് പാരമ്പര്യം, താല്പര്യമുള്ളത് കൊണ്ട് അവരെയും കൂടെ ഉൾപ്പെടുത്തി അവർക്കും താല്പര്യം വരത്തക്ക വിധത്തിലാണ് മത്തായി എഴുതിയിരിക്കുന്നത്. അതാ തുടക്കത്തിലെ പാരമ്പര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിന്റെ പുത്രനായി, ദാവീദിന്റെ പുത്രനായി യേശു ക്രിസ്തുവിന്റെ വംശാവലി. ഈ യഹൂദന്മാർക്ക് വംശാവലി ഇഷ്ടമാണ്. അവർക്ക് ഈ പഴയ കാര്യങ്ങളും അപ്പച്ചൻ്റെ കാര്യവും വല്യപ്പച്ചൻ്റെ കാര്യവും ഒക്കെ പറയുന്നത് അവർക്ക് ഇഷ്ടമാണ്. അന്നേരം ഉറങ്ങിയിരിക്കുന്ന കുഞ്ഞുഞ്ഞൂട്ടിയും പറയുന്നത്, നമ്മുടെ അപ്പനെ പറ്റി പറയുന്നത് പറയും. അവർക്കിഷ്ടമാണ് അത് കേൾക്കുന്നത്. വാക്യം മാത്രം പറഞ്ഞാൽ ചിലക്ക് താല്പര്യമില്ല. വേറെ പുസ്തകം നിങ്ങൾ പഠിച്ചേ, അത് ആ രീതിക്കാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ യഹൂദന്മാർക്ക് പാരമ്പര്യം, പിതാക്കന്മാരെ പറ്റിയൊക്കെ പറയുന്നത് ഇഷ്ടമാണ്. അബ്രഹാം ഇവരുടെ പിതാവാണെന്ന് പറയുന്നത് കുറച്ചുകൂടെ തൃപ്തിയാണ്. അതുകൊണ്ടാണ് തൊടു കൈക്കായി കൊടുത്തിരിക്കുന്നത്. ഒന്ന് വായിച്ചേരെ, അറിവുള്ള വാക്യമെങ്കിലും ഒന്ന് വായിച്ചങ്ങ് പോകാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, പെന്തിക്കോസുകാരോട് മാത്രമല്ല, മറ്റുള്ളവർ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ. മത്തായി 1:1. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അബ്രഹാമിന്റെ പുത്രനായി ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അപ്പോൾ യഹൂദന് വംശാവലി ഇഷ്ടമാണ്. അതുകൊണ്ട് അവരും കൂടെ തൃപ്തിപ്പെടത്തക്ക വിധത്തിലാണ് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ആട്ടെ, മർക്കോസ് അന്നത്തെ ഭരണകർത്താക്കൾ റോമൻ ഭരണമാണ്. അപ്പൊ റോമാക്കാർക്ക് ഉന്നം വെച്ചാണ് മർക്കോസ് എഴുതിയിരിക്കുന്നത്. അവരെ പറ്റി ചില അഭിപ്രായങ്ങൾ ഇങ്ങനെ, ഇവർക്ക് ഈ വലിച്ചു വാരി പറയുന്നതൊന്നും ഇഷ്ടമല്ല, അപ്പൊ തന്നെ ഷോർട്ടായിട്ട് പറയുകയും ചെയ്യണം, സ്റ്റാൻഡേർഡും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് മർക്കോസ് വളരെ ലോപിച്ചാണ് എഴുതിയിരിക്കുന്നത്. 16 അധ്യായമേ ഉള്ളൂ, പക്ഷെ കാര്യങ്ങളെല്ലാം താൻ പറയുകയും ചെയ്തു. അപ്പോൾ റോമക്കാരെ ഉന്നം വെച്ചാണ് മർക്കോസ് എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് യവനായരെയും കൂടെ ഉദ്ദേശിച്ചെഴുതി. അവർക്ക് ചരിത്രം ഇഷ്ടമാണ്. യഹൂദന്മാര് അടയാളമൊക്കെ ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. അപ്പൊ ഇവർക്ക് ഊഹാഭോഗവും കെട്ടുകഥയും പുരാണ കഥകളല്ല, അവർക്ക് ചരിത്ര തെളിവുകൾ വളരെ താല്പര്യമാണ്. അപ്പൊ അതിന്റെ തെളിവോടുകൂടിയാണ് ലൂക്കോസ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ പഠിക്കുമ്പോൾ ലൂക്കോസ് കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം വൈദ്യനായതുകൊണ്ട് ആ നിലയിൽ പല കാര്യവും തെളിവോടുകൂടിയാണ് എഴുതിയിരിക്കുന്നത്. 1:1. ശ്രീമാനായ തെയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന് ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പോലെ നിങ്ങളുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. അപ്പോൾ ലൂക്കോസ് വളരെ കൃത്യത്തിന് ചരിത്രമെല്ലാം പഠിച്ചാണ് എഴുതിയേക്കുന്നത്, ചരിത്രം ചമപ്പാൻ. അപ്പോൾ ചരിത്ര തെളിവോട് കൂടിയ അത് ആദ്യം മുതൽ ശ്രദ്ധിച്ചു, സൂക്ഷ്മമായിട്ട് അത് പഠിച്ചു, അത് ക്രമമായിട്ട് എഴുതി. അങ്ങനെയാണ് ലൂക്കോസിന്റെ എഴുത്ത്. എന്ന് പറഞ്ഞാൽ അറിവുള്ള, വിവരമുള്ള, ജ്ഞാനമുള്ള ഒരു വ്യക്തി ഇത് വായിക്കുമ്പോൾ സംശയത്തിന് യാതൊരു ഹേതുവും ഇല്ല. സംശയ നിവാരണങ്ങൾ നടത്തിയാണ് ലൂക്കോസ് കാര്യങ്ങൾ കൃത്യത്തിന് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമാണ് നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ഞാൻ ഓർപ്പിച്ചല്ലോ, മത്തായി യഹൂദനെ ഉദ്ദേശിച്ചെഴുതി, മർക്കോസ് റോമാക്കാർ ഭരണകർത്താക്കളെ ഉന്നം വെച്ച് എഴുതി, ലൂക്കോസ് യവനായർ അവരെ ഉന്നം വെച്ചെഴുതി. എന്നാൽ യോഹന്നാന്റെ എഴുത്ത് ഇതിന് വ്യത്യസ്തമാണ്. യോഹന്നാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവസഭയെ ഉന്നം വെച്ചാണ് എഴുതിയേക്കുന്നത്. കാരണം ദൈവമക്കൾക്ക് പ്രധാനമായിട്ട് അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പാരമ്പര്യത്തിനല്ല, ചരിത്രത്തിനല്ല. വലിയ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന നല്ലതാ, പക്ഷെ അതിനല്ല. ദൈവമക്കൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ദൈവവചനത്തിനാണ്. നമുക്ക് ആവശ്യം ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ അതുകൊണ്ട് ആ യോഹന്നാൻ വചനത്തെ ഉദ്ദേശിച്ചെഴുതി, ദൈവസഭയെ ഉദ്ദേശിച്ചെഴുതി. ദൈവമക്കൾക്ക് വചനം ആവശ്യം. അതാ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തൊടുകൈക്ക് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവസഭയെ ഉദ്ദേശിച്ചെഴുതിയിരിക്കുന്നത് കൊണ്ട് വചനത്തിന്റെ കാര്യം ആ തൊടുകൈക്ക് ഇരിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവം. ഇടയ്ക്ക് കയറി പറയാം, നമുക്ക് ആവശ്യം ദൈവവചനമാണ്. ഈ ദൈവവചനത്തിന്റെ ഒരു വിശേഷത നിങ്ങൾക്കറിയാം, ഇത് കടന്നു വന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഇരുന്ന് ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ വചനം ഭക്തിയോടും പ്രാർത്ഥനയോടും ഏകാഗ്രചിത്തരായിട്ട് ഇത് കൈക്കൊള്ളുമ്പോൾ ഈ വചനം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിന്റെ വീട്ടിൽ ചെന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. രോഗികളായി ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നെങ്കിൽ, ദൂരത്തിരുന്ന് വീട്ടിലിരുന്നോ കിടക്കയിൽ അഭയം പ്രാപിച്ച് കേൾക്കുന്നെങ്കിൽ ആമേ ശ്രദ്ധിച്ച് ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനം ആ രോഗമുള്ള ഭാഗത്ത് ക്രിയ ചെയ്യും.
എൻ്റെ ഭാഷയാ. ഉപദേശിമാര് തലയിലും കൈവെക്കണ്ട, ഇട്ട് കുലുക്കുകയും വേണ്ട, തള്ളി താഴെ ഇടുകയും വേണ്ട, തെള്ളിക്കൊണ്ട് നടക്കുകയും വേണ്ട. എന്നാലൊരു സഹോദരിയെ തെള്ളിക്കൊണ്ട് പോകുന്നതുണ്ട്. അവൾ അതിന് പുറകോട്ട് പോവുക. അവനെ വീഴിക്കാൻ നോർത്ത, അവള് വീഴുന്നില്ല. തെള്ളിക്കൊണ്ട് നടക്കണ്ട, ഉരുട്ടിക്കൊണ്ട് നടക്കണ്ട, ഒന്നും ചെയ്യണ്ട. പിന്നെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് ഞാൻ എതിരല്ല. എൻ്റെ അഭിപ്രായം പറയാ. തലയിലും കൈവച്ചില്ലേലും കുഴപ്പമില്ല, നീ വചനം ശ്രദ്ധിച്ച് കേട്ടാ മതി. ഈ വചനം കടന്നു വന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി വിശ്വാസത്തോട് വചനം കേൾക്കുന്ന ദൈവമക്കൾ ഓർത്തോണം, ഇവിടെ നിന്ന് വചനം കേൾക്കുമ്പോൾ ഈ വചനം നിന്റെ വീട്ടിൽ ചെന്ന് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. രോഗമുള്ള ഭാഗത്ത് ഈ വചനം വന്ന് ശക്തീകരിക്കും. അങ്ങനെ ആണല്ലോ തിരുവചനവും പഠിപ്പിക്കുന്നത്. സന്ധിമച്ചകളെ വേറു പിടിപ്പിക്കുന്ന തുളച്ചു ചെല്ലുന്ന വചനമാ. യഹോവയുടെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റുകയാ. യഹോവയുടെ വചനം നമ്മുടെ അണ്ണാക്കിന് മധുരമാ. ഇത് തേനിലും തേൻകട്ടയിലും മധുരമുള്ളതാ ദൈവത്തിന്റെ വചനം. ഇത് അതിവേഗത്തിൽ ഓടുന്ന തിരുവചനമാണ്. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നത്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്ക വരത്തില്ല, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും, എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം നിവർത്തിക്കും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ തിരുവചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ഈ വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാം. മുഖകാന്തികൾ മ്ലാനത നീക്കും, നിൻമുഖകാന്തിയൻ മ്ലാനത നിൻ മധുരാമൃത വചനം ഇന്നതയാകവേ പോകും. നിൻ മധുരാമൃത വചനം ഇന്നതയാകവേ പോകും. മഹിമയഴും പരമേശ മഹിമം യേശു മഹേശ. മഹിമയഴും പരമേശ മഹിമേശു മഹേശ. മഹിമയഴും പരമേശ മഹിമേശു മഹേശ. അപ്പോൾ ദൈവസഭയ്ക്ക് ആവശ്യം ദൈവത്തിന്റെ തിരുവചനമാണ്. അപ്പോൾ അവരെ ഉദ്ദേശിച്ചാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. ഈ ദൈവവചനത്തിന്റെ ശുശ്രൂഷകരുടെ വിശേഷത കർത്താവിന് എല്ലാവരെയും ആവശ്യമാണ്. ഒരു വിഭാഗത്തെ മാത്രമല്ല ദൈവത്തിന് ആവശ്യം, മുഴു ലോകത്തെയും ദൈവത്തിന് ആവശ്യമാണ്. സകല മനുഷ്യരും ദൈവസന്നിധി വരണം. അതാണ് ദൈവത്തിന്റെ തിരികിതം. അപ്പൊ എല്ലാവരും ഇത് കേൾക്കണം, അറിയണം, മനസ്സിലാക്കണം. ആ ഉദ്ദേശത്തോടാ എഴുതിയിരിക്കുന്നത്. അപ്പൊ റോമാക്കാർക്ക് ഇത് ആവശ്യമാണ്, യഹൂദന്മാർക്ക് ആവശ്യമാണ്, ജാതികൾക്ക് ആവശ്യമാണ്, ദൈവസഭയ്ക്ക് ആവശ്യമാണ്. ഇവരെല്ലാം കൂടെ ഉൾപ്പെടുത്തുക. ഒരു ഗ്രൂപ്പുകാരെ മാത്രം ഉൾപ്പെടുത്തുകാരനെ എനിക്ക് നിങ്ങൾക്കും പലർക്കും ഇതിനകത്ത് വരാനൊക്കത്തില്ലായിരുന്നു. ഇനി ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾ നിങ്ങൾ ചിന്തിച്ചേ, പരിശോധിച്ചേ, എല്ലാവരും ഇതിലെ ഭാഗവക്കാകണം. എന്നെപ്പറ്റി ഒത്തിരി ആക്ഷേപങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന് രണ്ട് ആക്ഷേപങ്ങൾ ഒത്തിരി ഉണ്ട്, എങ്കിലും ഒന്ന് രണ്ട് ഞാനങ്ങ് പറയാം. ബാക്കി നിങ്ങളെല്ലാവരും പറയുന്നുണ്ടല്ലോ. അതിൽ ഒന്ന് രണ്ട് ആക്ഷേപങ്ങൾ, പുള്ളിയെ അങ്ങ് പാട്ട് തന്നെ, അപ്പം അത് ആവശ്യമുള്ളവരുണ്ട്, അവർക്ക് അത് കിട്ടിക്കോളും. പാട്ടാ. ചില ആൾക്കാര് ആക്ഷേപം പറയുന്നത്, ഇങ്ങനെ അങ്ങ് വാക്യം മാത്രം പറയുക. ചില ആൾക്കാര് അവരുടെ അഭിപ്രായം അവര് പറയുന്നതാ രസകരമായിട്ടാ സംസാരിക്കുന്നത്, തമാശയാണ് ചിലരുടെ വാദം. സത്യം പറഞ്ഞാൽ ഞാൻ തമാശ പറയുന്നില്ല, ഞാൻ എൻ്റെ ശൈലിയിൽ അങ്ങ് പറയുന്നതേ ഉള്ളൂ. ചില ആൾക്കാര് പറയുന്നത് ഭയങ്കര ഉപദേശമാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. കർത്താവും ഒരിക്കൽ ചോദിച്ചല്ലോ, ഇല്ലേ, നമ്മൾ കുറച്ച് നാൾ കൊണ്ട് യോഗം നടത്തുക, അഭിപ്രായം എന്നാണ്. അപ്പൊ ശിഷ്യന്മാർ കുറച്ച് നാൾ കൊണ്ട് ഈ അഭിപ്രായം എല്ലാം കേട്ടിച്ച് മിണ്ടാതെ കൂടെ നടക്കുക. കർത്താവ് സർവജ്ഞാനി ആയതുകൊണ്ട് ഇവരുടെ ഉള്ളിലിരിപ്പൂടെ ഒന്ന് മനസ്സിലാക്കാൻ ഇടയ്ക്ക് ഫിലിപ്പിന്റെ കൈസരിയ വന്നപ്പോൾ ചോദിച്ചില്ലേ, നാട്ടുകാരിലെ എന്നെ പറ്റി എന്നാ പറയുന്നത്. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു, ധാരാളം കാര്യം പറയുന്നുണ്ട്, ഞങ്ങൾ നിന്നോടൊന്നും പറയാതിരിക്കുന്നതെന്ന് പറഞ്ഞു. അല്ല എന്നാലും എന്നോ, അത് അതിനെ നിങ്ങൾ പറയാത്ത, അത് ശുശ്രൂഷ ഡിമ്മാകുമെന്ന് ഓർത്ത. കർത്താവ് പറഞ്ഞില്ലെങ്കിലും കർത്താവ് ഉള്ളത്തിൽ ചിന്തിച്ച് കാണും, ഇടാ ഡിമ്മും ബ്രൈറ്റും ഒന്നും അല്ല, കാര്യം പറയാൻ പറഞ്ഞു. എന്നാലും പൊതുജനത്തിന്റെ അഭിപ്രായം. അപ്പം ശിഷ്യന്മാര് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞു, ബഹുജനം പലവിധ ഇല്ലയോ. അല്ല എന്നാലും എന്തോ ആൾക്കാരുടെ അഭിപ്രായം. നമ്മളിങ്ങനെ കവർണ്ണഭൂമിയിലെ യോഗം, കടൽക്കരയിലെ യോഗം, ബദാനിയിലെ യോഗം, മലമേ കയറിയുള്ള യോഗം, പടകിലിരുന്നുള്ള യോഗം, കടൽക്കരയിലെ യോഗം, പിന്നെ അങ്ങനെ നടത്തുകയല്ലയോ, വലിയ വലിയ ക്രൂസൈഡുകളാണ്.
ഒരു ദിവസത്തെ യോഗം, 3 ദിവസത്തെ യോഗം, ഇങ്ങനെ യോഗമാണ്. അപ്പൊ ശിഷ്യന്മാര് പറഞ്ഞു, പല അഭിപ്രായങ്ങളാ പറയുന്നത്. എന്തുവാ? ഇവിടെ 2 പേര് അങ്ങനെ ഒരു വയ്യാറ്റുപുഴ മുക്കിന് നിന്നാ പറഞ്ഞു എനിക്ക് ഭൂതമുണ്ട്. പിന്നെ വേറെ 2 പേര് മീൻകുഴി ഭാഗത്ത് നിന്ന് പറഞ്ഞു നീ ഭൂതങ്ങളുടെ തലവനാകുന്ന ബേൽസബൂലിനെ കൊണ്ടാ ഇതെല്ലാം ചെയ്യിക്കുന്നു. തീർന്നു? ഇല്ല. ഞാൻ നാളെ നീലിബിലാവ് എന്ന് ഒരുത്തൻ പറഞ്ഞു നീ എരമയാവാന്ന്, ഒരുത്തൻ പറയുന്നു ഏലിയാവാന്ന്. പിന്നെ വേറെ ഒത്തിരി ഉണ്ട്. വേറെ ഈ താഴ്ത്തി കെട്ടാൻ പറഞ്ഞു, എന്നാ ശുശ്രൂഷ ചെയ്താൽ എന്നാ തച്ചന്റെ മോനല്ലയോ, അത് കൊച്ചാക്കാൻ പറഞ്ഞതാ. പിന്നെന്തോ എൻ്റെ അഭിപ്രായമുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നാളൊരാൾ പറഞ്ഞ് ശരിയായിട്ടൊന്നും ജനിച്ചതല്ലെന്ന്. മനസ്സിലായല്ലോ, വേശ്യാപുത്രനാണ്. അങ്ങനെ പല പല അഭിപ്രായങ്ങളാണ്. അപ്പൊ കർത്താവ് ഈ ശിഷ്യന്മാരോട് ചോദിച്ചു, ആട്ടെ നാട്ടുകാർ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്നാ? നമ്മൾ 2-3 വർഷമായല്ലോ ഇങ്ങനെ ഒന്നിച്ച് സഹകരിക്കാൻ തുടങ്ങിയിട്ട്. അതല്ലേ ഏറ്റവും വലുത്. നിങ്ങൾ പറഞ്ഞു പറയോനാ ശിമോനെ, ജഡരക്തങ്ങളാൽ ഇത് വെളിപ്പെടുത്തിയത് സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവാ. ഞാൻ പലരോടും പറയാറുണ്ട്, എന്നോട് പല കാര്യങ്ങൾ പലരും ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ അവിടെ ഇവിടെയും ആരെ വർത്താനം പറയാന്നേ, രാത്രി ക്രിസ്തുവാണെന്ന് അറിഞ്ഞ് തിരിച്ചു പോകുന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. ക്രിസ്തുയേശു ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിക്കാനാ. കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞല്ലോ, നീതിമാന്മാരെ തേടിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. രാത്രി മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. ആട്ടെ വരാം. അപ്പോൾ യേശു ക്രിസ്തു ദൈവമാണെന്ന് യോഹന്നാൻ അങ്ങോട്ട് തെളിയിക്കുക, ദൈവസഭയെ ഉദ്ദേശിച്ച. യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം, യേശു ക്രിസ്തു മാത്രം ദൈവം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തീത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ദൈവമല്ലെന്ന് ശടിക്കുന്ന, വാദിക്കുന്ന, തർക്കിക്കുന്ന ചിലരുണ്ട്. അവർക്ക് ആ ഒരൊറ്റ വാക്യം കൊടുത്താൽ മതി, ഗുണപ്പെടാനാന്ന് ആ ഒരു വാക്യം മതി. ഒന്ന് വായിച്ചേര്, തീത്തോസ് 2:11 മുതൽ. അറിവുള്ള വാക്യമാ എങ്കിലും ഒന്ന് വായിച്ചോ. യേശു ക്രിസ്തു ദൈവമല്ലെന്ന് വാദിക്കുന്ന, ശടിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരൊറ്റ വാക്യം കൊടുത്താൽ മതി. വേറെ പ്രിയരെ, യേശു ക്രിസ്തു അവിടുന്ന് സത്യദൈവമാണെന്ന്, അവിടുന്ന് ജീവനുള്ള ദൈവമാ, അവിടുന്നാണ് ഏകദൈവം, യേശു ക്രിസ്തു മാത്രമാണ് ദൈവം. ആ കാര്യമാണ് യോഹന്നാൻ എഴുത്തിൽ കൂടി വിവരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം ഓരോ അധ്യായത്തിലും അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമായി വെളിപ്പെടുന്നതായിട്ട് മനസ്സിലാക്കുന്നു. നിങ്ങൾക്കറിയാം, അറിവുള്ള ഭാഗമാണല്ലോ. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ അവിടുന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടുന്ന് നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. 5-ാം അധ്യായത്തിലെ കുറുവാക്യമാണ് നമ്മൾ വായിക്കുന്നത്. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളെയും വ്യാധികളെയും പൊറുപ്പിക്കുന്ന അത്ഭുതങ്ങളുടെ ദൈവം. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറങ്ങുമെന്ന ജീവന്റെ അപ്പമായ ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മ നിറവിനെ പകർന്നു കൊടുക്കുന്ന നിത്യനായ ദൈവം. 8-ാം അധ്യായത്തിൽ സാക്ഷാൽ ദിവ്യ വെളിച്ചമാകുന്ന ദൈവം. 9-ാം അധ്യായത്തിൽ നമുക്കറിയാം, പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. എത്ര മാറാരോഗവും പാരമ്പര്യ രോഗങ്ങളും ഏത് ാൽ പരിഹരിക്കാൻ കഴിവുള്ളവനാണ് നസറയനാകുന്ന യേശു ക്രിസ്തു. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നല്ല ഇടയനായ ദൈവം. 11, 12 അധ്യായം ചേർപിടിച്ചാൽ നിങ്ങൾക്കറിയാം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ഇന്ന് രാത്രി സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ യേശു ക്രിസ്തു ഈ രാത്രി നമ്മിലൂടെ ഉലാവിക്കൊണ്ടിരിക്കുക. അവിടുന്ന് പറഞ്ഞ് 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിൽ വരുമെന്ന് അരുളി ചെയ്ത നസറായൻ ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിന്റെ നടുവിൽ നടകൊള്ളുന്നത് ഓർത്ത് ദൈവത്തിന് മഹത്വം അനുഭവിക്കുന്ന, വിശ്വസിക്കുന്ന, അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം. ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ഏകസത്യ ദൈവമൊന്ന്, ഏകരക്ഷ
ഏകരക്ഷിതാവുമൊന്ന്, ഏകസത്യ ദൈവമൊന്ന്, ഏകരക്ഷിതാവുമൊന്ന്, ഏകസത്യവേദമൊന്ന്, ഏകമാർഗമൊന്ന്, ഏകസത്യവേദമൊന്ന്, ഏകരക്ഷാമാർഗമൊന്ന്, ഏകസത്യ ദൈവമേയുള്ളൂ. ഭൂവാസികള് ഏകസത്യ ദൈവമേയുള്ളൂ. ഭൂവാസികള് ഏകസത്യ ദൈവമേയുള്ളൂ. ഭൂവാസികള് ഏകസത്യ ദൈവമേയുള്ളൂ. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി അവതരിച്ച ആളല്ല ക്രിസ്തു, മുഴു ലോകത്തിനും വേണ്ടി അവതരിച്ചവനാണ്. ഒരു പ്രത്യേക സംഘടനയ്ക്ക് വേണ്ടി മാത്രം ഇറങ്ങി വന്ന ആളല്ല ക്രിസ്തു, അവിടുന്ന് മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ഏത് മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശുവിനെ അറിയുവാനും ആരാധിക്കുവാനും അംഗീകരിക്കുവാനും അനുഗമിപ്പാനും അതിനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ന് രാത്രി ഞാനും എന്നെ പോലെയുള്ള അനേക പ്രിയപ്പെട്ടവരും ഈ മാർഗത്തിൽ വരുവാൻ സത്യദൈവമായ നിത്യദൈവമായ ഏകദൈവമായ യേശു ക്രിസ്തുവിനെ സേവിക്കുവാൻ ആരാധിക്കുവാൻ അനുഗമിപ്പാൻ ഇടയായത്. അത് ഓർത്ത് ഇന്ന് രാത്രി വീണ്ടും ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവിടുന്ന് ഏകദൈവമാണ്, സത്യദൈവമാണ്. ഇന്ന് രാത്രി എടുത്ത വാക്യത്തിലേക്ക് നമുക്ക് വരണം. അപ്പൊ അതിന് മുമ്പ് സ്തോത്രകാഴ്ച എടുക്കണമെന്ന് ചുമതലപ്പെട്ടവരെ ഓർപ്പിച്ചു. അതിന് ശേഷമായിട്ട് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. അതിന് സ്റ്റാൻലി പാടിക്കൂ. സ്തോത്രകാഴ്ചന് ചുമതലപ്പെട്ടവര് ആ കാര്യങ്ങൾ ഇപ്പോൾ അത് കൈകാര്യം ചെയ്യും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിന് ശേഷമായിട്ട് സബ്ജക്റ്റിലേക്ക് വന്ന് നമുക്ക് ദൈവവചനം ശാന്തമായിട്ട് ധ്യാനിക്കാം. സ്തോത്രരാഴ്ചയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകൾ ദയവായി ആ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്താട്ടെ. വത്സര സഹോദരൻ ഒരു ദാനം ഇപ്പോൾ ആലപിക്കും. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേഹോ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ഓ എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. ഓ എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നെ ഓർത്തിരുന്നു. ഓ എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നെ ഓർത്തിരുന്നു.
കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷവും ഭംഗിയും നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങളാട്ടിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിരുന്നു. ഓ കാട്ടിലെ മൃഗങ്ങളാട്ടിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിരുന്നു. ഓ എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിൽ എന്നെ ഓർത്തിരുന്നു. ഓ കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിടുന്ന കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിടുന്ന ശീഘ്രം വരും എൻ്റെ കാതൽ വരും എന്നിലുല്ലാസമായി ബഹുകാലം. ഓ ശീഘ്രം വരും എൻ്റെ കാതൽ വരും എന്നിലുല്ലാസമായി ബഹുകാലം. സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഈ പ്രവർത്തനത്തിന്റെ തുടർന്നുള്ള കാര്യപരിപാടികളെല്ലാം അനുഗ്രഹിക്കപ്പെടേണ്ടതിനാൽ ദൈവജനം അർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്ര വഴിപാടിനെ ഓർത്തുകൊണ്ട് ചെയ്യാം. സ്വർഗീയ പിതാവേ, അവിടത്തേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങളുടെ ദാസനെ നീ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. തുടർന്നും നിന്റെ വചനം സംസാരിക്കുന്ന ദാസനെ ഒരുക്കണമേ. നിങ്ങളുടെ വേലയ്ക്ക് വേണ്ടി അർപ്പിച്ച ഈ അർപ്പണത്തെ നിങ്ങളുടെ പൊന്നു കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 30, 60, 100 മേനിയായി വിളയുവാൻ ദൈവം ഇടവരുത്തണമേ. അർപ്പിച്ച ഞങ്ങളുടെ ദാസിദാസന്മാരെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. തുടർന്നും കൂടിയിരിക്കണമേ. യേശു തമ്പുരാന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ഒരിക്കൽ കൂടി ആ വാക്യം വായിച്ചാട്ട്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഓർപ്പിച്ചല്ലോ, 2 കാര്യമാണ് ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഒന്ന്, ജീവിച്ചിരിക്കുക. 2, അവിടെ ഒരു പരാമർശമുണ്ട്, മരണം. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ചെറിയൊരു ചിന്താവിഷയം, ജീവിച്ചിരിക്കാൻ നാം എന്ത് ചെയ്യണം? അതാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം. ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം? അതിനു മുമ്പായിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദം മരണത്തെ പറ്റി പരാമർശിക്കുക. ഒന്നുകൂടെ ആ 25-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രാരംഭമായിട്ട് സൂചിപ്പിക്കും, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, അതൊക്കെ അവർ പരുവത്തിന് കൈകാര്യം ചെയ്തോളൂ. നിങ്ങൾ ആ പുള്ളിയെ വളരെ യോഗ്യമായിട്ടാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ കേട്ടുകയല്ല, തള്ള പുറകോട്ട് പിന്നെ നോക്കിയിരിക്കും, ഇങ്ങോട്ട് നോക്കാൻ. അങ്ങനെ വേണേ കൊണ്ടുപോവാം. അപ്പൊ ശ്രദ്ധിച്ചേ, ജീവനും മരണവും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രാരംഭത്തിൽ ഓർപ്പിക്കട്ടെ, മരണം. ഒരു ദിവസം മരണം എന്നെയും നിങ്ങളെയും ഒന്ന് പിടികൂടും. ഞാൻ മരണ വീടുകളിലൊക്കെ പോയി പറയാറുണ്ട് അവസരം കിട്ടുമ്പം.
ചെല്ലു പറഞ്ഞത് ഇപ്പം മരണ വീട്ടിൽ തന്നെ നടക്കുക എന്നാ, ഇപ്പോഴല്ല നേരത്തെ നടക്കുമായിരുന്നു. പിന്നെ ഞാൻ കല്യാണത്തിന് പോയില്ലെങ്കിൽ മരണ വീട്ടിൽ പോകും. കാരണം പുസ്തകത്തിലെ വാക്യം അങ്ങനെ, മരണ വീട്ടിൽ പോകണം, അത്യാവശ്യമാണ്. പരിചിതരായവരും പരിചയമുള്ളവരും വേണ്ടപ്പെട്ടവരും ഒക്കെ കടന്നു പോകുമ്പോൾ അവസരം ലഭിച്ചാൽ സമയം കണ്ടെത്തും, അവിടെ പോകും. ചില നേരത്തെയൊക്കെ യോഗങ്ങൾ ചിലപ്പം പോകത്തില്ല, അവരെ വിളിച്ച് പറയും, അല്പം താമസിക്കും. അയ്യോ അതന്നെ, എനിക്ക് മരണ വീട്ടിൽ പോകണം, കാരണം ഇനിയും ഭൂമി വെച്ച് അവരെ കാണാൻ ഒക്കുകയല്ല, അപ്പോൾ ഒരു നോക്കുന്ന കാണണം. പ്രസംഗിക്കാനുള്ള ഇതുകൊണ്ട് പോകുന്നതല്ല, അവരുടെ ദുഃഖത്തിൽ ഒരു നിമിഷം എന്തെങ്കിലും ഒന്ന് പങ്കുകൊള്ളുക, അതുകൊണ്ട് പോകും. അത് പോകണമെന്ന് ആ പുസ്തകത്തിലെ പ്രമാണം. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ നമുക്ക് വാക്യമൊക്കെ അറിയാമെങ്കിലും എല്ലാം കണക്ക് കൂട്ടിയേ പോകുള്ളൂ. സ്തോത്രം. ഇന്ന് ഞാൻ കഴിവിൻ്റെ പരമാവധി പോകും. അപ്പം അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞത് ഇപ്പം മരണ വീട്ടിൽ തന്നെ അങ്ങ് നടക്കുക. മരണ വീട്ടിലല്ല, നേരത്തെ പോകുമായിരുന്നു. പറഞ്ഞ പുള്ളിയായിട്ട് ഒത്തിരി പോയിട്ടുണ്ട്. അപ്പം മരണ വീട്ടിൽ പോകും. കാരണം ഒരു ദിവസം ഞാനും നിങ്ങളും ഈ വഴി കടന്നു പോകേണ്ടവരാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കട്ടെ, മരണത്തിന്റെ തണുത്ത കരം നമ്മെ വന്ന് തലോടുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. ഏത് സമയത്തും മരണം വരും, ഇല്ലയോ? ഇരിപ്പും നോട്ടവും പോക്കും ഒക്കെ കണ്ടാ ഞാൻ മരിക്കുകയല്ലെന്നും പറയാം. ഇപ്പോഴാണ് മരണം പെട്ടെന്നാ ഉള്ളൂ. ഒരു ഞരക്കം മാത്രമേ കേട്ടുള്ളൂ. അതിന് പോക്ക് കണ്ട 9 ഞരക്കത്തിനുണ്ടെന്ന് പറഞ്ഞായി പോകുന്നത്. ഇല്ല, മനസ്സിലായോ? പണ്ടൊക്കെ ഈ മരണം നമ്മളെ സുഖമില്ലാത്തവരും വയ്യാത്തവരൊക്കെ കിടക്കുമ്പം കൂടെ കൂടെ കാണാൻ നമ്മൾ എന്ന് ചോദിക്കും വീട്ടുകാരോട് എങ്ങനെ ഉണ്ട്. ഇന്നലെ ഒരു കുറുകുറുപ്പ് മുട്ടലും ഒക്കെ ഉണ്ടായിരുന്നു. മിക്കവാറും വെളുപ്പിക്ക് വന്ന്, പഴയ ഭാഷയാണ്, വെളുപ്പിക്ക് വന്ന് തോന്നുന്നില്ല. നമ്മൾ വെളുപ്പന ചെല്ലുമ്പോൾ പുള്ളി ചാരി ഇരുന്ന് പൊടിയരിക്കഞ്ഞ് കുടിക്കുന്നു. ഉണ്ടാ പോവുകയല്ല, കുറ്റമല്ലി പറയുന്നത്. പിന്നെയും 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പം ഇപ്പം എങ്ങനെ ഉണ്ട്? ഇന്നലെ മുതലേ കഞ്ഞുകൂടി അങ്ങ് നിർത്തി, കാലിൻ്റെ പൊത്തയ്ക്ക് ഒരു നീർക്കോളും ചെള്ളയ്ക്ക് ഒരു തടിപ്പും ഒക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കണ്ണിങ്ങനെ തപ്പുന്നുണ്ട്. മൂത്ത മോള് ബോംബെയില, അവൾ വരാനായിരിക്കും കണ്ണുകൊണ്ടിങ്ങനെ തപ്പുന്നത്. നമ്മൾ ഓർക്കും മിക്കവാറും പോകാൻ സാധ്യത ഉണ്ട്. നമ്മൾ 2 ദിവസം കഴിഞ്ഞ് പോയോ ഇല്ലയോ എന്നറിയാം. ഇന്നത്തെ പോലെ ഫോണൊന്നും ഇല്ലല്ലോ. ചെല്ലുമ്പോൾ പുള്ളി വടിയും കുത്തി ഒട്ടുപാല് പറിക്കുന്നു. കാരണം പുള്ളി നട്ട റബ്ബറാ, ഇട്ടേച്ച് പോകാൻ പുള്ളിക്ക് വലിയ. എന്നാൽ ഇപ്പം അങ്ങനല്ല, ഇപ്പം എല്ലാം പടുപെടാന്നാ പോകുന്നത്. സൈലന്റ് എന്നാ പറയുന്നത് കൂടുതലും. പുള്ളി യോഗത്തിനും സൈലന്റ് ആയിരുന്നു. വലിയ കൈയടിയോ ബഹളമോ ഒന്നും. പുള്ളി വന്ന കാലം മുതലേ സൈലന്റാ. പോയതും ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേജവും ഇല്ല സമയം. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേജവും ഇല്ല സമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്ന ഓർക്കായിലെന്തു കഴിച്ചേ? എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്ന ഓർക്കായിലെന്ത് കഴിച്ചേ? വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ, ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ,
ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ, കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ, കള്ളക്കേസിനു പോകും കച്ചേരി തിണ്ണയിലോ, കള്ളക്കേസിനു പോകും കച്ചേരി തിണ്ണയിലോ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന കഷ്ടമേ, എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന. അപ്പൊ ഏത് സമയത്തും മരണം വന്ന് പിടികൂടാം. മരണത്തിൽ നിന്ന് ആർക്കും ഒഴിയാവതല്ല. നമ്മേക്കാൾ മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും കഴിവുള്ളവരും സാമർഥ്യമുള്ളവരും വൈഭവശേഷിയുള്ളവരെല്ലാം ഈ മരണം വഴിയായിട്ട് കടന്നുപോയി. ഉപദേശി പാടിയ പാട്ട് ഞാൻ മിക്കപ്പെടുത്തും പാടാറുണ്ട്, നിങ്ങൾക്ക് പറയാം. കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കോട്ടയ്ക്കകത്തേക്ക് മൃത്യു ചൊല്ലും. 10,000 നില പൊക്കി പണിഞ്ഞാൽ അതിനുള്ളിലും മൃത്യു കയറി ചൊല്ലും. ഒടുവിൽ ഉപദേശി ആ പാട്ടിന്റെ ഒടുവിൽ 1-2 പ്രയോഗം ഞാനത് എപ്പോഴും ചിന്തിക്കുകയും പലപ്പോഴും പറയും. ഒടുവിലത്തെ പ്രയോഗം ഇങ്ങനെ, അയ്യോ അയ്യോ എന്നുള്ള അന്ത്യ സ്വരം ഓർത്താൽ അയ്യോ എനിക്കൊന്നും വേണ്ട. ഒടുവിലത്തെ ആ വലിവുണ്ട്, അയ്യോ അയ്യോ എന്നും പറഞ്ഞ് ഇടുപ്പ് രണ്ടുകൂടെ കൂട്ടിപ്പിടിച്ചൊരു വലിവുണ്ട്. കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ കൺവെൻഷൻ മാത്രം കാണുന്നത് കൊണ്ട് വേറെയൊക്കെയാണ് ഇപ്പം കാണുന്നത്. അതുകൊണ്ട് ഈ വലിവ് അങ്ങനെ അധികം കാണുന്നില്ല. അതൊന്ന് കാണുന്നത് നല്ലതാ, അയ്യോ അയ്യോ എന്നുള്ള അന്ത്യസ്വരം. അപ്പൊ ആ അന്ത്യസ്വരം ഓർത്താൽ അയ്യോ എനിക്കൊന്നും വേണ്ട. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ ദിവസവും ഈ മരണത്തെ പറ്റി കാണുകയും ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് വലിയ അധികം ടെൻഷനൊന്നും വരികയില്ല, ചിന്താഭാരം അധികം വരികയില്ല. എന്നും രാവിലെ ഇതൊക്കെ ഒന്ന് അറിഞ്ഞ് കണ്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാ. നമ്മൾ മരിക്കുന്നതും വെട്ടി കിടക്കുന്നതും ആൾക്കാർ നമ്മളെ പറ്റി പറയുന്നതുമൊക്കെ ഒന്ന് അറിയുന്നത് നല്ലതാ. അത് കാണുന്നതും ചിന്തിക്കുന്നത് നല്ലതാ. ഏത് സമയത്തും മരണം വന്ന് പിടികൂടും. ആ മരണത്തിന്റെ കരം വന്ന് തല ഓടുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. അതിനിന്ന് രാത്രി ദൈവം നല്ല അവസരം തരിക. തോട്ടത്തിലെ മേരി ബെന്നിഞ്ഞ പാടിയ പാട്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചതാ. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കുമെന്ന് സംഭവിച്ചു, കേട്ടുകേൾവി ഇല്ലകോ സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും എല്ലാം അമർന്നു പോയി. നമ്മേക്കാൾ മിടുക്കന്മാരും രാജ്യം വെട്ടിപ്പിടിച്ചവരും രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരും മതപണ്ഡിതന്മാരും പ്രമുഖന്മാരെല്ലാം മരണം വഴിയായി കടന്നുപോയി. എന്നാൽ ദൈവം നമുക്ക് ആയുസ് തന്നിരിക്കുക. എന്തിനെന്ന് ചോദിച്ചാൽ ഒന്നുകൂടെ ദൈവസന്നിധി സമർപ്പിച്ച് ദൈവത്തെ ഭജിച്ച് ആരാധിച്ച് നല്ല അന്ത്യം പ്രാപിപ്പാൻ. മനുഷ്യ ജീവിതം CS പാടിയ പാട്ടിന്റെ ഒരു പദം ഇങ്ങനെ, വെള്ളത്തിൻ കുമിള പോലെ എന്ന് പറഞ്ഞാൽ കോള അധികം നേരം കാണുകയില്ല. വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് ചാഞ്ഞു പോകുന്ന നെടല് പോലെ, പുരപ്പുറത്തെ പുല്ല് പോലെ, നിലത്തെ ഒഴിക്കുന്ന വെള്ളം പോലെ, ആവി പോലെ. അതാണ് മനുഷ്യ ജീവിതം, ക്ഷണഭങ്കുരമാണ്. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു പദ്യശകലം മിക്കടത്ത് ഞാൻ ചൊല്ലാറുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഏത് ക്ലാസ്സാണെന്ന് ഞാൻ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അധ്യാത്മരാമായണത്തിൽ 1-2 പ്രയോഗങ്ങളാണ്. അത് എഴുത്തച്ഛൻ, മലയാള ഭാഷയുടെ പിതാവാ, എഴുത്തച്ഛൻ എഴുതിയ വരികളാ. ആ വരികൾ ഇങ്ങനെ, ഭോഗങ്ങൾ ഓരോ ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്ക നീ. നമ്മുടെ ആയുസ് വേഗം നഷ്ടപ്പെടുന്നതാ. അത് എഴുത്തച്ഛൻ നല്ല രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ, ഭോഗങ്ങൾ ഓരോ ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസും ഓർക്ക നീ, വക്കിനി സംതപ്ത ലോകസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം, ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാകിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ആ കവിയുടെ ഭാവനയാ, ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. ചക്ഷുശ്രവണൻ പാമ്പ്, പന്നകം. അപ്പൊ ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം. അപ്പൊ പാമ്പ് ഇങ്ങനെ പോയി തവളയെ പിടിച്ചു, ദർദുരം. തവളയെ പിടിച്ച് തവളയെ പാമ്പ് വിഴുങ്ങിക്കൊണ്ടിരിക്കുക. തവളയുടെ വയറിന്റെ പകുതിയും 2 കാലും പാമ്പിന്റെ വായിക്കകത്ത് ചെന്നു. ബാക്കി ഇനി ആ ഫ്രണ്ടിലത്തെ 2 കുഞ്ഞ് കൈയും
തലയുടെ ഭാഗമുള്ള അകത്തോട്ട് പോകാൻ. അപ്പം അതിങ്ങനെ തവള ഇങ്ങനെ ഇരിക്കുക, പാമ്പ് വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ചക്ഷുശ്രവണൻ പാമ്പ്, ഗളസ്തം കഴുത്ത്, തൊണ്ട, ഗളസ്തം ദർദുരം തവള, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കവിയുടെ ഭാവനയാണ്. അപ്പം എനിക്കൊന്ന് എടുത്തത് കണ്ടോണ്ടങ്ങാണ്ടായിരിക്കും എഴുതിയത്. അപ്പൊ പാമ്പ് വന്ന് ഈ തവളയെ പിടിച്ച് തവളയുടെ പകുതി പാമ്പിന്റെ വായിക്കകത്ത് ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പം തവളയുടെ മുന്നിൽ കൂടി ഇതുപോലൊരു പ്രാണി പോവുക. അപ്പൊ തവള കയറി പിടിക്കുക. അവന്റെ മുക്കാ ഭാഗം മറ്റവന്റെ വായിക്കകത്തായി. എന്നാലും അവൻ മിന്തിനെ തപ്പി നടക്കുക. ഇതാ മനുഷ്യ ജീവിതം. എല്ലാവരും മിന്ത് തപ്പി നടക്കുക. എടാ ഇതിനെ പകുതി വിഴുങ്ങി വെച്ചിരിക്കുക. അധികം നാളൊന്നും കാണുകയല്ല ജോർജ. സ്തോത്രം. ആ ബാങ്കിൽ കിടക്കുന്ന കാശെല്ലാം എടുത്ത് യോഗം നടത്തണം. എനിക്ക് തരാനല്ല, ഈ യോഗത്തിന് നല്ല ചെലവുണ്ട്. പിന്നെ അത് പറഞ്ഞിട്ടൊരു സന്തോഷമൊന്നുമില്ല. സുവിശേഷം കേൾക്കാൻ ആൾക്കാർ സുവിശേഷം കേൾക്കട്ടെ, യേശുവിനെ അറിയട്ടെ. സ്തോത്രം. ഇതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിള്ളേരാകുന്ന നല്ലൊരു പെട്ടി പോലും മേടിച്ച് തരികയില്ല. അതിന് നാളൊരാൾ പറഞ്ഞ കേട്ടോ, വട്ടയുടെ പെട്ടി മതി, പിന്നെ നമുക്ക് പുറത്ത് വെള്ളയെല്ലാം പൊതിഞ്ഞ് പരുവത്തിനാക്കാന്ന്. പിന്നെ വട്ടപ്പെട്ടിക്കകത്തായിരിക്കും കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഉള്ള കാശെടുത്ത് കൊച്ചുങ്ങൾക്കൊക്കെ കൊടുത്തോ, ഇനി എതിരല്ല, എന്നാലും നമുക്ക് ഇതുപോലെ സുവിശേഷ യോഗം വെക്കണം. സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിന് വേണ്ടി നിൽക്കുക. അപ്പൊ പാമ്പിന്റെ വായിപ്പെട്ട തവള പ്രാണിയെ മിന്തിനെ തപ്പുന്നത് പോലെ കവി പറയുക, ചക്ഷുശ്രവണ ഗളസ്തമാ ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാകിനാ പരിഗ്രസ്തമാ ലോകവും ആലോല ചേരസാ ഭോഗങ്ങൾ തരുന്നു. കാലമാകുന്ന അഹി പാമ്പ്, കാലമാകുന്ന പാമ്പിന്റെ വായിൽപ്പെട്ട് ഈ ലോകം ആലോല ചേരസാ ഭോഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി അങ്ങനെ തേടി ഓടി നടക്കാനല്ല, ഇന്ന് രാത്രി നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മരണം നിന്നെ പിടികൂടുന്നതിന് മുമ്പ്, ആമേൻ, മരണത്തിന്റെ കരം വന്ന് തലോടുന്നതിന് മുമ്പ് ഇന്ന് രാത്രി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമം നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് സമയത്തും മരണം പിടികൂടും. അതുകൊണ്ട് ഇന്ന് രാത്രി മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കും. അത് എടുത്ത വിഷയത്തോട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാം. നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്ന വിഷയം, ജീവിച്ചിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ജീവിച്ചിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ ഓർപ്പിക്കാം. ഒന്ന്, ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ 2-ാം സങ്കീർത്തനം 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനം 2:12. ജീവിച്ചിരിക്കേണ്ടതിന് എന്തൊക്കെ ചെയ്യണം. നമുക്ക് അറിവുള്ള വാക്യമാ, എങ്കിലും പൊതുവിൽ ഒന്നുകൂടെ സ്ഥാപിച്ച് വായിച്ചാട്ടെ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാതെ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം പുത്രനെ ചുംബിക്കണം. മനസ്സിലാകുന്ന ഭാഷയ്ക്ക് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ചുംബിച്ചാൽ നിനക്ക് ജീവിച്ചിരിക്കാം. വേറെ ആരെ ചുംബിച്ചാലും വേറെ ആരുടെ പിറകെ പോയാലും രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടാനായും ആമൻ ജീവിച്ചിരിക്കാൻ ഒരേ ഒരു മാർഗം യേശു ക്രിസ്തുവിനെ ചുംബിക്കുക. അധികം വിവരിക്കുന്നില്ല, സമയത്തെയും കൂടെ കണക്കിലെടുത്ത. അപ്പോൾ എങ്ങനെ ചുംബിക്കണം? വേറെ പുസ്തകത്തിൽ ആമൻ ചുംബിച്ച ധാരാളം കാര്യങ്ങളുണ്ട്. ഓർപ്പ ചുംബിച്ചതുപോലല്ല. അമ്മാവിയമ്മയും 2 മരുമക്കളും കൂടെ ഒടുവിലായി. മഹളോനും ഗില്ലിയോനും കടന്നുപോയി. ഇവര് ബേത്ലഹേമിൽ നിന്ന് നേരെ മോവാബിലേക്ക് പോയത്. ഭാഗവക വേദ പുസ്തകം പഠിക്കുന്നവർക്കറിയാം. ആത്മീക കൂട്ടായ്മയിൽ നിന്ന്, അപ്പത്തിന്റെ ഭവനത്തിൽ നിന്ന് നേരെ മോവാബിലേക്ക് പോയി. മോവാബിൽ പ്രധാനപ്പെട്ട 2 പട്ടണമെന്ന ആർപട്ടണവും കീർപട്ടണവും. അവത്തങ്ങൾ ആർപട്ടണത്തിന്റെ കീർപട്ടണത്തിന്റെ ഇടയ്ക്ക് പോയി താമസിച്ചെന്ന. അവിടെ ചെന്ന് കണ്ടോ നിലമൊക്കെ ആക്കി ബിസിനസ് ഒക്കെ നടന്നു. മഹളോനും ഗില്ലിയോനും ആ പിള്ളേർക്ക് വ്യാഖ്യാനം, പിള്ളേരുടെ ആ പേരിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം, ഒരുത്തൻ ബലഹീനനും ഒരുത്തൻ രോഗി. മഹളോനും ഗില്ലിയോനും 2 എണ്ണം. ഒരുത്തൻ ബലഹീനനും ഒരുത്തൻ രോഗി. ആ 2 എണ്ണത്തെ വെച്ചുകൊണ്ട് സഭ നടത്തുന്ന പുള്ളിയുടെ കാര്യം. ഒരുത്തൻ രോഗി, ഒരുത്തൻ തമ്പേർ തല്ലി പൊട്ടിക്കാന്നല്ലാതെ യുദ്ധങ്ങൾ 2ഉം. അപ്പൊ ഈ രോഗിയും ബലഹീനനുമാണ്. ബേത്ലഹേം യവത്തങ്ങള് മോവാബിലേക്ക് പോയത്. അപ്പൊ അവിടെ ചെന്ന്
നിലവും നിലപാടും ഒക്കെ നല്ലതാ, ബിസിനസ്സും ഒക്കെ ആയി, പക്ഷേ കൂട്ടായ്മയില്ല. ബേത്ലഹേമിലല്ലയോ ആമൻ യെരൂശലേമിനോട് ബന്ധപ്പെട്ടില്ലയോ ആരാധനയും കൂട്ടായ്മയും ആമൻ ദൈവതേജസ്സും ഇറങ്ങുന്ന ഇടം. അതെല്ലാം വിട്ടേച്ചായി നിങ്ങള് ഈ ഭൗതികത്തിന്റെ പിറകെയാ കൂടുതൽ യാത്ര ചെയ്ത് ആർപട്ടണവും കീർപട്ടണവും അതിനിടയ്ക്ക് മോവാബിൽ ചെന്നവര് കുടിയേറി പാർത്ത് ആങ്കൊച്ചുങ്ങൾക്ക് കല്യാണമൊക്കെ നടത്തി 2 പെൺകുട്ടികളെ കിട്ടി, ഓർപ്പായും രൂത്തും. പക്ഷേ ഈ ബിസിനസ് ഉണ്ട്, ഭൗതിക നന്മയൊക്കെ ഉണ്ട്, പക്ഷേ കൂട്ടായ്മയില്ല. എൻ്റെ അഭിപ്രായം അങ്ങ് പറയേ, കൂട്ടായ്മ ആരാധന ഇല്ലാത്തത് കൊണ്ടായി കൊച്ചുങ്ങൾ രണ്ടും തീർന്നത്. അപ്പനും പോയി. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം. നമ്മൾ ഇന്ന് രാത്രി വരെ ഇവിടെ ഇരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം ഈ കൂട്ടായ്മയുള്ളത് കൊണ്ടാണ്. ഇവിടെ ഇരിക്കുന്ന പലരും രോഗികളാ, പലരും ബലഹീനരാ. പക്ഷെ ആ രോഗവും ബലഹീനതയും ഉണ്ടെങ്കിലും ഇന്ന് രാത്രി ഇവിടെ വന്നതും ആയുസോടിരിക്കുന്നത് ഈ കൂട്ടായ്മയുള്ളത് കൊണ്ടാണ്. കോവിഡിന്റെ ആ രൂക്ഷ സമയത്ത് എന്ത് പ്രതിസന്ധികളാ. നമ്മുടെ കഴിവ് കൊണ്ടോ പ്രാർത്ഥനാ ജീവിതം കൊണ്ടോ വിശ്വജീവിതം കൊണ്ടല്ല ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. ദൈവത്തിന്റെ കരുണയും ഈ കൊണ്ടാ. പുറത്തിറങ്ങാൻ പറ്റാഞ്ഞ സമയത്തും അനേക കൂട്ടായ്മകളിലെ ഇത് കൂടെ നമ്മൾ കണ്ടോണ്ടിരിക്കുക. ഞങ്ങളുടെ അവിടെ കൂട്ടായ്മയിൽ പറയാറുണ്ട്, കോവിഡിന്റെ രൂക്ഷ സമയമായിരുന്നു ഞങ്ങൾ അവിടെ കൂട്ടായ്മ ആരംഭിച്ചത്. ഭയങ്കര രൂക്ഷ സമയത്താ. അങ്ങനെ മിക്കയിടത്തും കൂട്ടായ്മ ഇല്ല. ചീഫ് പാസ്റ്റർ ഞങ്ങൾ പറഞ്ഞു നമുക്ക് അങ്ങ് തുടങ്ങാം. അപ്പൊ ഈ സഭ തുടങ്ങാനൊന്നും ഉദ്ദേശിച്ചല്ല തുടങ്ങിയത്. ഈ കോവിഡ് 2-3 മാസം കൊണ്ടങ്ങ് മാറുമായിരിക്കും, അതുവരെ ഇരുന്ന് പ്രാർത്ഥിക്കാം ഓർത്ത് തുടങ്ങിയതാ. അത് പിന്നെ അങ്ങ് ഒരു കൂട്ടായ്മയായി, സഭയായി. പണ്ട് ഒരുത്തനെ രാജാവിന്റെ മോളെ കല്യാണം കഴിക്കുന്ന കുളത്തിൽ ചാടി വരാൻ പറഞ്ഞ് ഒരുത്തൻ ചാടി, മുതല കുളത്തിൽ ചാടി അവൻ അക്കരെ കയറിയപ്പൻ രാജാവ് പറഞ്ഞു, ധൈര്യശാലി അവനെ അഭിനന്ദിച്ച് പറഞ്ഞു, നിനക്ക് മോളെ കെട്ടിക്കുക, രാജ്യവും തരിക, എല്ലാം തരിക. അവൻ പറഞ്ഞു, എനിക്ക് പെണ്ണും വേണ്ട, പെടക്കോഴിയും വേണ്ട, രാജ്യവും വേണ്ട, എന്നെ തെളി കിട്ടത് ആരാന്ന് പറയണം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ സഭ തുടങ്ങാനല്ല ഈ പരുവത്തിന് വന്നതാ. പക്ഷെ അതൊരു കൂട്ടായ്മയായി. പക്ഷെ അനേക ദൈവമക്കൾക്ക് അത് അനുഗ്രഹമായി. വെളിയിലൊന്നും ഇറങ്ങാൻ പാടില്ലാതെ വീടിനകത്തിരുന്നപ്പോൾ വിശേഷിച്ച് പ്രായമുള്ള ധാരാളം അപ്പച്ചന്മാരും അമ്മച്ചിമാരും അതിനുശേഷമായിട്ടും ഒക്കെ ഇപ്പോഴും ഒക്കെ കാണുമ്പോൾ അയ്യോ ആ കൂട്ടായ്മ ഞങ്ങൾ കൂടുമായിരുന്നു, വളരെ അനുഗ്രഹമായിരുന്നു. പിന്നെ പല നിലകളിൽ ആൾക്കാർ പറഞ്ഞ അത് അവരുടെ ശൈലി പറഞ്ഞ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരാൾ പറഞ്ഞ് ഞാൻ ഉറക്കം വരാത്തപ്പോഴെല്ലാം പാഷയുടെ പ്രസംഗമാണ് കേൾക്കുന്നത്. ആട്ടെ, എന്നെ കൊണ്ട് അങ്ങനെയും ഗുണമുണ്ടല്ലോ. എന്നാളൊരു ഒരു സഹോദരനും കൂടെ വന്ന് കൈ തന്നിച്ച് പറഞ്ഞ് പുള്ളിയാ പറയുന്നത്, ഇവക്ക് ടെൻഷൻ ഉള്ളപ്പോഴെല്ലാം പാഷയുടെ പ്രസംഗമാണ് കേൾക്കുന്നത്, ഞാനും അങ്ങ് ഇട്ട് കൊടുക്കും, അങ്ങനെയും ഗുണം വരുന്നുണ്ടല്ലോ. വേറൊരു അമ്മ എന്നോട് പറഞ്ഞു, അയ്യോ പഴയ പാട്ട് പാടുമ്പോൾ ഞാൻ കത്തിലല്ലേ അങ്ങ് പാടുക എന്ന് പറഞ്ഞു. അങ്ങനെയും ഗുണം വരുന്നില്ല. ഏതായാലും ഗുണം ഉണ്ടാകുന്നുണ്ട് ചിലർക്ക്. നല്ല രോഗങ്ങളുണ്ട് മിക്കവർക്കും. ചിലരുടെ ഇരിപ്പ് കണ്ട ഒരു 15 ലക്ഷത്തിന്റെ രോഗമുണ്ട്. ആ ഇരിപ്പ് കാണുമ്പോൾ 15 അല്ല, ഇതൊക്കെ ഒരു 20 ലക്ഷത്തിന്റെ മിക്കവാറും കാണാൻ സാധ്യത ഉണ്ട്. അവിടെയൊക്കെ ഉണ്ട്. അവിടെ ജെൻസോടമ്മയുടെ അപ്പുറം ഒരു ബന്ധുക്കാർ 2 പേർക്കും കാണും 5-8 ലക്ഷത്തിന്റെ കാണും. പിന്നെ ഓൾ ബോഡി ഒന്ന് ചെക്കപ്പ് ചെയ്ത്, ഇപ്പൊ ഇത് ബിസിനസ്സും കൂടെ ആയതുകൊണ്ട് അവർ 8 ലക്ഷം അല്ല മിക്കവാറും പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇന്ന് കഴിക്കുന്നതെല്ലാം വിഷമല്ലേ, മിക്കതും വിഷമല്ലേ. കുഴപ്പമില്ലാതെ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നതും ഇരിക്കുന്നതും ഈ കൂട്ടായ്മയുള്ളത് കൊണ്ടാണ്. ഇനി എന്റെ ഭാഷ പറഞ്ഞ നീ സ്തോത്രം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബലഹീനനും രോഗിയും കൂട്ടായ്മയില്ല. 2 കുഞ്ഞുങ്ങളും കടന്നുപോയി. ഒടുവിൽ അമ്മാവിയമ്മ ആ മരുമക്കളോ പറയുന്ന ഭാഗം നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങളങ്ങ് തിരിച്ചു പൊക്കൂ, ഇനിയൊരു കുഞ്ഞിന് ജന്മം നൽകി തരുവാൻ കഴിവില്ല. ഈ വാർത്ത കേട്ടപ്പോൾ ഓർപ്പ അമ്മാവിയമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ചുംബനമൊക്കെ കൊടുത്തു. അത് എന്റെ ഭാഷ പറഞ്ഞ ആത്മാർത്ഥതയുണ്ടായിട്ട് കൊടുത്തതല്ല, പോകാനുള്ള പോകൻ ഒരു ഉമ്മ കൊടുത്തതാ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആമേൻ ചുംബനം കൊടുത്ത വ്യക്തിയെ നമുക്കറിയാം, മറിയ. അവിടെ അനേക പാപങ്ങള് യേശു മോചിച്ചു. ആ കർത്താവിനെ അവള് വീണ്ടും വീണ്ടും മുത്തം ചെയ്യുവാനിടയായി. ഇന്ന് രാത്രി മറിയയെ പോലെ ചുംബിക്കണം, യൂദായെ പോലെ ചുംബിക്കരുത്. യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്ത് ഒടുവിൽ ആ വെള്ളിപ്പണം വാങ്ങി തൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഒരു ദൈവനാശം പറഞ്ഞത് കടമെടുത്ത് പറയുക, ആ ചുംബനം കൊടുക്കുമ്പോൾ ഈ പൈസ എന്ന് മുട്ടുകാരുന്നെന്ന. സ്തോത്രം. ഒറ്റിക്കൊടുക്കുന്നവരുണ്ട്,
ദൈവമക്കളെ ഒറ്റിക്കൊടുക്കുന്നവരുണ്ട്, ദൈവദാസന്മാരെ ഒറ്റിക്കൊടുക്കുന്നവരുണ്ട്, ദൈവകുഞ്ഞുങ്ങളെ ഒറ്റിക്കൊടുക്കുന്നവരുണ്ട്. പക്ഷേ ആ ഭാഗത്ത് നിൽക്കരുത്. ഇന്ന് രാത്രി മറിയ ചുംബിച്ചതുപോലെ യേശുവിനെ ചുംബിക്ക്. ഇന്ന് രാത്രി നിനക്ക് ജീവിച്ചിരിക്കാം. ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം? ഒന്ന്, ദൈവപുത്രനെ ചുംബിക്കണം. ഇന്ന് രാത്രി ആമേൻ, യേശു ക്രിസ്തുവിനെ ആര് ചുംബിക്കും, യേശു ക്രിസ്തുവിന്റെ പാദം ആര് മുത്തും, അവർക്ക് ഇന്ന് രാത്രി ജീവിച്ചിരിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ജീവിച്ചിരിക്കുവാൻ, ഒന്ന്, നശിച്ചു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കാൻ യേശു ക്രിസ്തുവിനെ ചുംബിക്കുക. രണ്ട്, ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? വായിക്കുക, ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിന്റെ 1-2 വാക്യം വായിക്കുക. ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം? ഉൽപ്പത്തി 42-1-2. മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവീൻ എന്ന് പറഞ്ഞു. രാത്രി 2, ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? 2, മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. എന്തിന്? ജീവിച്ചിരിക്കാൻ. അപ്പോൾ ജീവിച്ചിരിക്കാൻ അപ്പനാകുന്ന യാക്കോബ് തന്റെ പുത്രന്മാരോട് പറയുന്ന ഭാഗമാണ് ഇന്ന് രാത്രി ഇവിടെ വായിച്ചു കേട്ടത്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ ഇവര് അടിമകളായി പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മിസ്രയീമിൽ ചെല്ലുന്നതിന് മുമ്പ് ദേശം മുഴുവൻ ക്ഷാമം കൊണ്ട് വലയുകയാണ്. 42-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കാം. മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ, മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട് നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? അപ്പൊ ശ്രദ്ധിക്കുക, സ്വന്തം സഹോദരനാകുന്ന യോസേപ്പ് മിസ്രയീമിൽ നേരത്തെ എത്തി. ചേട്ടന്മാരെല്ലാം കൂടെ യോസേപ്പിനെ ഈ പരുവത്തിലാക്കിയത്. ഒരിക്കൽ അപ്പനാകുന്ന യാക്കോബ് തന്റെ പുത്രന്മാരോട് പറഞ്ഞു, യോസേപ്പിനോട് പറഞ്ഞു, ജ്യേഷ്ഠന്മാര് ആടുകളെ തീറ്റാൻ പോയി, വിവരമറിയുന്നില്ല, ക്ഷേമം പറഞ്ഞു വരാൻ. കാരണം ഈ പിള്ളേര് ആടുകളെ തീറ്റാൻ പോയപ്പോൾ അപ്പന് വെപ്രാളം വരാൻ കാരണം ഞാൻ പറയാറുണ്ട്, മറ്റൊന്നുമല്ല, ഇവര് ശേഖേമിലാ പോയത് ആടുകളെ തീറ്റാൻ. നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണും, ശേഖേമിലാണ് യോസേപ്പിന്റെ ജ്യേഷ്ഠന്മാർ, യാക്കോബിന്റെ പുത്രന്മാർ ആടുകളെ തീറ്റാൻ പോയത്. അപ്പൊ ആടുകളെ തീറ്റാൻ പോയിട്ട് ഇവരുടെ വിവരം അറിയുന്നില്ല. കാരണം ഇന്നത്തെ പോലെ മൊബൈലോ മറ്റ് സംവിധാനങ്ങളില്ല. വന്നില്ല. അപ്പോൾ അപ്പന് വെപ്രാളമായി. പിള്ളേര് പോയിട്ട് യാതൊരു വിവരവും ഇല്ല. കാരണം ഇവർ ശേഖേമിലായി പോയേക്കുന്നത്. കാരണം അപ്പന്റെ വെപ്രാളം. ശേഖേം പൗരന്മാരുമായിട്ട് പണ്ട് ഉടക്കുണ്ടായതാണ്. ഇവർക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു പെങ്ങള് പണ്ട് നാട് കാണാനൊരു പോക്ക് പോയി. നാട് കാണാൻ പോയെന്നല്ല, വേദപഠിതാക്കൾ പറയുന്നത് നടനം ചെയ്യാൻ പോയെന്ന. ഇവളും ഡാൻസ് കളിക്കാൻ പോയെന്ന. അവിടെ ആണ്ടോടാണ്ടക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്. അതിൽ ഇവളും പോയി. ദീനാചരിതം എന്ന് സൈമൺ സാറ് വേദപ്രകാരത്തിലൊരു ഹെഡിങ് തന്നെ കൊടുത്തിട്ടുണ്ട്, ദീനാചരിതം. ദീനാമ്മ പോയതും അവിടെ ആ പോക്കും വരവും ഒക്കെ അതൊന്നും ഞാൻ ഇപ്പം ചൊല്ലുന്നില്ല. അത് ഈ ബ്രദറൻ സഭയിലുള്ള സഹോദരന്മാർക്ക് ആ ഭാഗം നന്നായിട്ട് അറിയാം. അപ്പം അവരും ചിലപ്പോൾ ഇതിനകത്ത് കാണുകൊണ്ട് ഞാനിപ്പോൾ ചൊല്ലുന്നില്ല. ദീനാചരിതം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദീനാമ്മ ഇങ്ങനെ വീട് വിട്ടു പോയെന്ന. സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, ആഴ്ചകൾ മാറുമ്പോൾ വീഴ്ചകൾ വന്നിടും ദുഷ്പഥത്തിൽ. കാഴ്ചകൾ കണ്ട് ആഴ്ചകൾ മാറുമ്പോൾ വീഴ്ചകൾ വന്നിടും ദുഷ്പഥത്തിൽ. കാരണം ആവശ്യമില്ലാത്തതെല്ലാം ഇവള് കാണുക. ദീനാമേ അവിടെ നടനം ചെയ്യാൻ പോകുമ്പം ഒത്തിരി കാര്യങ്ങൾ കാണാറുണ്ട്. ആൾക്കാർക്കെല്ലാം അതൊക്കെ കാണുന്നതാ ഇഷ്ടം. ഏതാ? നടനം കാണുന്നതാ ഇഷ്ടം. അത് കാണിക്കാനായിട്ട് തന്നെ ചിലര് ഇരിപ്പുണ്ട്. സ്തോത്രം. എന്തുവാന്നോ, ഇന്നാളൊരാൾ പറഞ്ഞു, അതങ്ങ് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചു എന്തുവാന്ന് ചോദിച്ചു. അതങ്ങ് കാണിക്കും. അപ്പം വേറൊരുത്തൻ പറഞ്ഞു, തെളിച്ച് കാണിക്കണ്ട. അതിന് വേറൊരു പ്രയോഗമാണ് പറഞ്ഞേനെ. ഞാനത് പറഞ്ഞാൽ തെറ്റും. എന്താ എന്തോ ടീച്ചർ പാസ്റ്റർ? അതാ ഒരുത്തൻ പറഞ്ഞു ഉണ്ടെന്ന്, വേറൊരുത്തൻ പറഞ്ഞ അങ്ങ് കാണിക്കേ. ഞാൻ പറഞ്ഞു, വേറൊരുത്തൻ പറഞ്ഞ് കാണിച്ചാൽ പുള്ളി വക്കീലിനെ കൊണ്ട് എഴുതി തരണം. വക്കീലിനെ കൊണ്ട് എഴുതിക്കണം, അല്ലെ പുള്ളിക്ക് അറ്റാക്ക് വന്നാൽ. ഒരുത്തൻ പറഞ്ഞ് മൊത്തം വേണ്ടെന്ന് ചെറുതാ, എന്നെ ബ്ലറോ ഒത്തു, അത് മതി.
അതിൽ ഒക്കുന്നുണ്ടല്ലോ. ആവശ്യമില്ലാത്തതെല്ലാം കാണാനാ ആൾക്കാരുടെ താല്പര്യം. അപ്പോൾ കാഴ്ചകൾ കണ്ട് ആഴ്ചകൾ മാറുമ്പോൾ വീഴ്ചകൾ വന്നിടും ദുഷ്പഥത്തിൽ. അങ്ങനെ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം. അപ്പൊ ദീനാമ ഇത് കാണാനായിട്ട് കടന്നുപോയി. ശേഖം പൗരന്മാർക്ക് അവളിൽ തൃപ്തി തോന്നി. ശേഖം വന്നവളെ കൂട്ടിക്കൊണ്ടുപോയി യാക്കോബുമായിട്ട് ഒടുവിൽ ഉടമ്പടി ചെയ്തു. അപ്പനാകുന്ന യാക്കോബ് ശേഖം പൗരന്മാരുമായിട്ട് ഉടമ്പടി ചെയ്തു. അപ്പന്റെ ഉടമ്പടി ലംഘിച്ച് യാക്കോബിന്റെ മൂത്തപുത്രന്മാര് ചിലർ രണ്ടുപേര് ശിമയോനും ലേവിയും കൂടെ വേദനപ്പെട്ടിരുന്ന ശേഖം പൗരന്മാര് അവര് പൊടുന്നനെ കടന്നു ചെന്ന് വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കൊന്നു. അതാണ് യാക്കോബ് മരണാസന്നനായി യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് ആ കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിൽ ശിമയോനും ലേവിയും ചെയ്യുന്ന ആ ദുഷ്കൃത്യത്തെ പറ്റി അപ്പൻ പരാമർശിക്കുന്ന പദമൊന്ന് ഉറക്കെ ഒന്ന് വായിച്ചു. ശിമയോനും ലേവിയും സഹോദരന്മാർ, ശിമയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്. എൻ മനമേ അവരുടെ യോഗത്തിന് ചേരരുത്. അപ്പൻ ഇവരുടെ യോഗം കയറി മുടക്കി. അപ്പൊ അങ്ങനെ ആണല്ലോ, യോഗം മുടക്കുകയാണല്ലോ. അപ്പനെ യോഗം കയറി മുടക്കി. ഏതായാലും ഈ ചിറ്റാറ് ഷാരോങ്കാർ ഇങ്ങനെ യോഗം വെച്ചതിന് നിങ്ങളെ അഭിനന്ദിക്കുന്നു. സ്തോത്രം. അത് സെലക്ട് ചെയ്ത് വിളിക്കുകയും ചെയ്തു. അതാ അത് ഒത്ത് ചെല്ലു. പിന്നെ ഇത് ഒത്തോന്ന് കാണാൻ വന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. ഇവിടെ അപ്പൻ ഇവരുടെ യോഗം കയറി മുടക്കുക. ശിമയോനും ലേവിയും സഹോദരന്മാർ. വായിച്ചേ. ശിമയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളമയുടെ മന്ത്രണത്തിൽ കൂടരുത്. അവരുടെ ആയുധങ്ങൾ അപ്പൊ ഈ ശിമയോൻ ലേവിയും അപ്പന്റെ ആദ്യത്തെ തലമുറകളാ. മൂത്തവൻ ലേയായി കൂടി 4 പിള്ളേരുണ്ടായി. നിങ്ങൾക്ക് വചനം അറിയാവുന്നവർക്കറിയാം. മൂത്തവൻ രൂപൻ, രണ്ടാമത്തവൻ ശിമയോൻ, മൂന്നാമത്തവൻ ലേവി, നാലാമത്തവൻ യഹൂദ. ഇത് യാക്കോബിന് ലേയായി കൂടി ജനിച്ച ആദ്യത്തെ 4 പിള്ളേർ. എന്റെ ഭാഷ പറഞ്ഞ കലാപുലി പോലെ 4 എണ്ണം. അതില് ഈ ശിമയോനും ലേവിയും. ഇനി വേറെ പുസ്തകം പഠിക്കുമ്പോൾ ജ്യേഷ്ഠാവകാശത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇത് വചനം തിട്ടമുള്ളവർക്കറിയാം. ഇസ്രായേലിൽ 10-28 കൂട്ടം പദവികളുണ്ട്. ഇരട്ടിപ്പങ്ക, പുത്രത്തൻ, രാജത്വം, ജനനായകൻ, കുടുംബനായകൻ, തലേക്കെട്ട്, തലമുടി, മോതിരച്ചിരട്, മുദ്രമോതിരം, വടി എന്ന് വേണ്ട ഇരട്ടിപ്പങ്ക, ഇങ്ങനെ പദവികളുണ്ട്. ആ പദവികളിൽ യാക്കോബിന്റെ 4 പിള്ളേർക്ക് ആദ്യത്തെ 4 എണ്ണം. രൂപേന് ജ്യേഷ്ഠാവകാശം, ശിമയോന് പ്രഭുസ്ഥാനം, ലേവിക്ക് പൗരോഹിത്യം, യഹൂദയ്ക്ക് രാജത്വം. ഇതാണ് അതിന്റെ ഓർഡർ. അതില് ശിമയോന് പ്രഭുസ്ഥാനവും ലേവിക്ക് പൗരോഹിത്യവും പ്രഭുസ്ഥാനമുള്ള ഈ 2 പിള്ളേര് ക്ഷിപ്രകോപികളാ. ഇവരെടുത്തിയാട്ടക്കാരായിരുന്നു. ആ എടുത്തിയാട്ടക്കാരാകുന്ന പിള്ളേര് അപ്പൻ ശേഖം പൗരന്മാരുമായിട്ട് ഉടമ്പടി ചെയ്തു. അപ്പന്റെ ഉടമ്പടി മറികടന്ന് അപ്പന്റെ വാക്കിന് വില കൽപ്പിക്കാതെ അപ്പനെ തള്ളിക്കളഞ്ഞ് ശിമയോനും ലേവിയും കൂടെ ആയുധമെടുത്ത് ശേഖം പൗരന്മാരെ വെട്ടിക്കൊല്ലാൻ പോയി. അതേമാതിരി ഈ പെങ്ങളെ ഈ ദുഷ്കൃത്യം ചെയ്തത് കൊണ്ടാണ് പെങ്ങൾക്ക് പോരായ്മ വരുത്തി. അതിൻ്റെ ചൊരുക്ക അവർ രണ്ടും കൂടെ പോയി. പിന്നെ വേറൊരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്. യവന്മാർ രണ്ടും ഈ 12 എണ്ണത്തിൽ യവന്മാർ രണ്ടും ഒരു ഗ്രൂപ്പാണ്. ആകെ 12 പിള്ളേരാ യാക്കോബിന് ആൺപിള്ളേര്. അതിൽ ശിമയോനും ലേവി ഇവർ രണ്ടും ഗ്രൂപ്പാണ്. അത് മിക്ക വീടുകളിലും ഉണ്ട്, സഭയിലും ഉണ്ട്. പണ്ട് 10-12 പിള്ളേരുള്ള വീട്ടിലാണെങ്കിൽ ചിലർ 2 പേരും ഒരു ഗ്രൂപ്പാണ്. സഭയ്ക്കകത്തും അങ്ങനെ ചിലർ 2 പേരായിരിക്കാം സഭ. നല്ല രീതിയിലാണെ കുഴപ്പമില്ല. ദോഷമൊപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അവരായിരിക്കും പാസ്റ്റർമാരെ ഇരുത്തുന്നതും പാസ്റ്റർമാരെ പറഞ്ഞു വിടുന്നതും. കേന്ദ്രത്തിൽ നിന്ന് അവരായിരിക്കും പറഞ്ഞ് ഞങ്ങൾക്കില്ല പുള്ളിയാ മതി എന്ന് പറയും. ഇവർ 2 പേരും സഭയിൽ വന്നാലും അടുത്തടുത്തേ ഇരിക്കുള്ളൂ. അടുത്തടുത്ത കസേരയിൽ മിക്കവാറും സൈഡിൽ ചാരു കസേരയിലായിരിക്കും. ഒരാള് വരാൻ താമസിച്ചാലും മറ്റേ പുള്ളിയുടെ ബൈബിൾ അവിടെ വെക്കും എന്ന് പറഞ്ഞാൽ വേറെ ആരും വന്നിരിക്കരുത്, ബേച്ചൻ ഇപ്പം വരുമെന്ന്. അപ്പോൾ ബേച്ചൻ്റെ തലവട്ടം കാണുമ്പോൾ പുള്ളി കണ്ണുകൊണ്ട് കാണും. അത് അവർക്കറിയാം അതിൻ്റെ ആംഗ്യഭാഷ. ഇവർ 2 പേരും യോഗം കഴിഞ്ഞും ഒരു ബൈക്കേലേ പോവുകയുള്ളൂ. വൈകിട്ട് ഇവരൊന്നിച്ച് സംസാരിക്കും. ഇതെല്ലാം ഇവർ ശിമയോനും ലേവിയും 2 ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ഈ 2 പേരും കൂടെ ചേർന്ന് അപ്പന്റെ അനുവാദമില്ലാതെ ശേഖം പൗരന്മാരെ വെട്ടിക്കൊല്ലാൻ പോയത്. അപ്പൊ യാക്കോബ് ആ വിഷയത്തിൽ പറഞ്ഞു, ഈ ദേശത്ത് നിങ്ങൾ എന്നെ നാറ്റിച്ചു. അപ്പനെ നാറ്റിച്ചു, ദേശത്ത് നാറ്റിച്ചു 2 എണ്ണം.
അതാണ് 34-ാം അധ്യായത്തിൽ യാക്കോബ് ആ കാര്യം പറയുന്നുണ്ടല്ലോ. ഈ ദേശനിവാസികളാകുന്ന പെരിശരുടെയും കനാന്യരുടെയും മധ്യയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ചു വിഷമത്തിലാക്കി. ഈ ചൊരുക്ക് കൊണ്ടാണ് അപ്പൻ ഒടുവിൽ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇവരെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു പ്രാകുക, ഇവരെ വിലക്കുക. ഒന്നുകൂടെ വായിച്ചു 5-ാം വാക്യം. ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. ശിമയോനും ലേവിയും ഇവരുടെ കൊടപ്പടി, ഇവര് സാഹസത്തിന്റെ ആയുധങ്ങൾ, എടുത്തുചാട്ടക്കാരാ, ക്ഷിപ്രകോപികളാ. ശിമയോനും ലേവി സഹോദരന്മാർ, ഇവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. പിന്നെ എന്നുള്ളമേവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എന്നുള്ളമേവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേവരുടെ യോഗത്തിൽ ചേരരുത്. അവരുടെ യോഗത്തിനും ഞാനങ്ങ് ചേർത്ത് പറയാ, അവരുടെ യോഗത്തിന് പോവുകയും ചെയ്യരുത്, നമ്മുടെ യോഗത്തിന് ഇവരെ രണ്ടുപേരെയും വിളിക്കരുത്. അപ്പൊ ചിറ്റാർ ശാരോങ്കാര് പറഞ്ഞ അവരെ രണ്ടുപേരെയും മതിയെന്ന്. സ്തോത്രം. അത് വേറൊരു വിഷയം, അങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും ലേവിയെ പറ്റി ഒടുവിൽ പറയുന്ന ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ ഗോത്ര പിതാവാകുന്ന യാക്കോബ് ഇവരെ എന്റെ ഭാഷയെ പറഞ്ഞ പ്രാഗി ശപിച്ച് നമ്മുടെ യോഗത്തിന് വിളിക്കുകയും ചെയ്യരുത്, ഇതിങ്ങളുടെ യോഗത്തിന് നമ്മൾ പോവുകയും ചെയ്യരുതെന്ന് പറഞ്ഞ് വിലക്കിയപ്പോൾ ഭാഗം അങ്ങ് വിടുകയാ. ഈ ലേവിയും ശിമയോനും ഒക്കെ ദൈവസന്നിധിയിൽ അനുദപിച്ചു, വിശേഷിച്ച് ലേവി അനുദപിച്ചു. ലേവി ദൈവത്തോട് കാര്യങ്ങൾ പറഞ്ഞു, ദൈവമേ ക്ഷിപ്രകോപത്താൽ വാളെടുത്ത് വെട്ടിപ്പോയി, അതുകൊണ്ട് അവൻ മാപ്പാക്കണം. ഈ പ്രാർത്ഥന സ്വർഗം കേട്ട് കാണും. അതുകൊണ്ട് ലേവി എതിർക്കാനും കയർക്കാനും ഉടക്കാനും പോയില്ല. എൻ്റെ ഭാഷയെ പറഞ്ഞ ലേവി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. ലേവിക്ക് ഒരു കാര്യം അറിയാം, ഒരു അവസരം ദൈവം തരും. ദൈവം തരുന്ന അവസരം വരുമ്പോൾ ദൈവം എന്നെ രംഗത്ത് കൊണ്ടുവരും. ലേവി ദൈവസന്നിധി പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, തള്ളിക്കളയുമ്പോൾ, പഠിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ പതറരുത്. ഞാനൊരു ആയുധം നിങ്ങൾക്കറിയാം, മുഴങ്കാലയിലിരുന്ന് പ്രാർത്ഥിക്കണം. മറുപടി പറയാൻ പോകരുത്, എതിർക്കാൻ പോകരുത്, കയർക്കാൻ പോകരുത്, ഉടക്കാൻ പോകരുത്. ചെയ്യേണ്ട ഒരേ ഒരു ആയുധം മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് സമയമാകുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ മാനിക്കും. ലേവി അവസരം നോക്കിയിരുന്നു. അങ്ങനെ അവസരം നോക്കിയിരുന്നപ്പോഴാ ഇല്ല കാളെ യവന്മാര് ഉണ്ടാക്കി തുള്ളിച്ചു. കാളതുള്ളല് പെണ്ണുങ്ങളെല്ലാം കൂടെ കുണുക്കെല്ലാം കൂടെ ഓടിക്കൊണ്ട് കൊടുത്ത ഭാഗം നിങ്ങൾക്കറിയാം. അകരോന്നതവരുടെ കയ്യിൽ നിന്ന് ഒന്നാമത്തെ മഹാപുരോഹിതനാ അയാൾ ഈ പണിയെല്ലാം ചെയ്തത്. അയാൾ കുണുക്കെല്ലാം കൂടെ മേടിച്ച് ഈക്കകത്തിട്ട് പരുവത്തിന് അടിച്ച് രൂപപ്പെടുത്തി കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തി കാളക്കുട്ടി ഉണ്ടാക്കി. ഒടുവിൽ ഇവന്മാരെല്ലാം കൂടെ പറഞ്ഞു, ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടത് ദൈവമാണ്. കാളയുടെ പുറകെ നടന്ന് ഇവനെല്ലാം കൂടെ തുള്ളി. അരിജം കയറി തുള്ളിയവരുണ്ട്, കലി കയറി തുള്ളിയവരുണ്ട്, കാളയെ കണ്ട് തുള്ളിയവരുണ്ട്, ഇത് പൊന്ന് കണ്ട് തുള്ളി, പല നിലയിലാണ് തുള്ളുന്നത്. തുള്ളലങ്ങോട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ മോശ ഇറങ്ങി വന്ന് കാര്യം ചോദിച്ച ഭാഗം നിങ്ങൾക്കറിയാം. അപ്പൊ മോശ വെച്ച്, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെന്നല്ല, എൻ്റെ അടുക്കാരട്ടെന്ന്. അല്ല, ഇപ്പൊ യഹോവയുടെ പക്ഷത്തുള്ളവരെ ആന്നല്ലേ മാറ്റി നിർത്തുന്നത്. നിങ്ങൾ പറഞ്ഞാൽ ശരി. യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ, മോശ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഭാഗം അറിയാം. ലേവി ആടിയിഞ്ഞു വന്നു. ലേവി ഇങ്ങനെ അവസരം നോക്കിയിരിക്കുക. ലേവി ചാടി വന്നപ്പോ പറഞ്ഞു, നീ അവരുടെ മുഖവും ഒന്നും നോക്കരുത്, യഹോവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പറഞ്ഞു. ഈ വിഷയം ദൈവം അങ്ങ് കുറിച്ചു വെച്ചേച്ച് ലേവിയെ പറ്റി പറഞ്ഞ കാര്യം നമുക്കറിയാം. വായിച്ചേ, പടിനിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ ലേവിയെ പറ്റി പറഞ്ഞ കാര്യമാണ്. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. 7-8 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 33-ന്റെ 8 മുതൽ വായിച്ചോ. എല്ലാം വായിക്കാൻ നേരമില്ല. ആവർത്തന പുസ്തകം 33-ന്റെ 8 മുതൽ ലേവിയെ പറ്റി പറഞ്ഞു. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഊറീമും നിൻ ഭക്തൻ പക്കലിരിക്കുന്നു. നിന്റെ തുമ്മീമും ഊറീമും നിന്റെ ഭക്തന്റെ പക്കലിരിക്കുന്നു. നീ മസായിൽ വെച്ച് പരീക്ഷിക്കുകയും കലകജലത്തിങ്കൽ പൊരുതുകയും ചെയ്തവന്റെ പക്കൽ തന്നെ അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവനെ കണ്ടില്ല എന്ന് പറഞ്ഞു. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഒന്നുകൂടെ വായിച്ചു.
ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഊറീമും നിന്റെ തുമ്മീമും ഊറീമും നിന്റെ ഭക്തന്റെ പക്കലിരിക്കുന്നു. അടുത്തത്, നീ മസയിൽ വെച്ച് നീ പരീക്ഷിക്കുകയും മസയിൽ വെച്ച് പരീക്ഷിക്കുകയും കലഹജലത്തിങ്കൽ നീ പൊരുതുകയും പോരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അടുത്തത്, അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച്, അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവനെ കണ്ടില്ല എന്ന് പറഞ്ഞ യഹോവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ലേവി വാളെടുത്ത് അങ്ങോട്ട് നിന്നപ്പോൾ അപ്പനെന്നോ അമ്മയൊന്നും ലേവി കണ്ടില്ല. അടുത്തത്, സഹോദരന്മാരെ അവനെ ആദരിച്ചില്ല, സഹോദരന്മാരെയും അവൻ ആദരിച്ചില്ല, സ്വന്തം മക്കളെന്നോർത്തതുമില്ല, സ്വന്തം മക്കളെന്നും ഓർത്തില്ല. അടുത്തത്, നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിന്റെ വചനം പ്രമാണിച്ചു, നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. അതുകൊണ്ട് ആമ ലേവിക്ക് ശുശ്രൂഷതയോ ആരക്കിട്ട് ഉറപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് മഹത്വം. അപ്പോൾ വചനം കാത്തു, ഉപദേശം കാത്തു. അപ്പനെന്നോ അമ്മയെന്നോ സഹോദരനോ കാണിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, വിശേഷിച്ച് കർത്താവിന്റെ ദാസന്മാരോട് ഒരു കാര്യം അവൻ ഓർപ്പിച്ച് ആരക്കിട്ടുറപ്പിക്കുക. ദൈവദാസന്മാരെ, ഉപദേശത്തെ കാത്താൽ, വചനത്തെ കാത്താൽ ദൈവം നിന്നെ കാക്കും. നിന്റെ ആവശ്യങ്ങൾ നടത്തുവാൻ ദൈവം വിശ്വസ്തനാ. വചനത്തെ കാക്കുന്നവന് ദൈവം കാക്കും. വചനത്തെ ഉയർത്തുന്നവന് ദൈവം ഉയർത്തും. വചനത്തെ പ്രമാണിക്കുന്നവന് ദൈവം സൂക്ഷിക്കും. ദൈവത്തിന് മഹത്വം. വിവരിക്കുന്നില്ല അധികം. ഇങ്ങനെ ഇവര് മിസ്രയീമിൽ ക്ഷാമമുണ്ടായി. ഈ ക്ഷാമം കഠിനപ്പെട്ടപ്പോൾ നമുക്ക് മടങ്ങി സമയം പോകുന്നല്ലോ. അപ്പനാകുന്ന യാക്കോബ് തന്റെ പിള്ളേരോട് പറയുന്ന പദമാണ് 42:1 വായിച്ചത്. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കാതെ. വായിച്ചേ. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് പറഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട് നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കാതെ. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊണ്ടുവരുവി. ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. അതിലെ ആദ്യത്തെ പദം, നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്താ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനികളോട് ഞാൻ പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയേണ്ട സമയമല്ലിത്. കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ബലപ്പെടണം. വല്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരോടും കൂടാ പറയുന്നത്, മുഴു ലോകത്തുമുള്ള ദൈവമക്കളോടായി പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി വാശിയും വൈരാഗ്യവും ഫേസ്ബുക്ക് വഴിയും പിന്നെന്തുവാ വാട്സപ്പും എൻ്റെ കുന്തവും കോടാലിയും. ആ കുന്തമെന്ന് ഇപ്പൊ പറയാനും മേല. ഇനിയിപ്പോ ഞാനങ്ങ് പറയുക. സ്തോത്രം. പെന്തിക്കോസുകാരോടായി പറയുന്നേ, ക്രിസ്ത്യാനികളോടായി പറയുന്നേ. അങ്ങോട്ടും ഇങ്ങോട്ട് സഭയുടെ പേര് പറഞ്ഞ് അടിയുണ്ടാക്കാതെ, കസേരയുടെ പേര് പറഞ്ഞ് അടിയുണ്ടാക്കാതെ, സ്ഥാനമാനങ്ങൾക്ക് അടിയുണ്ടാക്കാതെ, ഇലക്ഷന് വോട്ട് പിടുത്തം നടത്താതെ, വാശിയും വൈരാഗ്യവും നോക്കാതെ, കക്ഷി പക്ഷ വർഗ വർണ്ണ വ്യത്യാസം തരംതിരിക്കാതെ ദൈവമക്കൾ ചെയ്യേണ്ട കാര്യം കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. ഒരു വല്ലാത്ത കാലയളവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എല്ലാം ഇപ്പൊ പൊതുവിൽ പറയാൻ ഒക്കത്തില്ല. വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ കൂടി വന്ന ദൈവമക്കളോട്, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, ചെളി വാരി എറിയാനും ആക്ഷേപിക്കാനും അപമാനം പറയാനും തമ്മിൽ പഴി ചാരാനും കുറ്റം ചുമത്താനുള്ള സമയമല്ല. 5 മിനിറ്റ് കിട്ടിയാൽ നീ ആത്മാവിൽ ബലപ്പെട്ടോണം. 10 മിനിറ്റ് കിട്ടിയാൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ പൊരുതിക്കോണം. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരാൻ പോകുക. വല്ലാത്ത പ്രതിസന്ധിയിൽ കൂടി ദൈവമക്കളും ദൈവസഭയും കടന്നു പോകാൻ പോകുക. ഇതിന്റെ നടുവിൽ ദൈവമക്കൾ ചെയ്യേണ്ടത്, അല്പസമയം കിട്ടിയാൽ മുടങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ച് ബലപ്പെടണം. വ്യക്തിപരമായ പ്രാർത്ഥന കുറയരുത്, നിന്റെ കുടുംബ പ്രാർത്ഥന കുറയരുത്, സഭയുടെ പ്രാർത്ഥന കുറയരുത്. ദൈവമക്കൾ പ്രാർത്ഥിച്ച് ബലപ്പെടണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവും പറയുക. പണ്ട് ഒരു സംഭവം കേട്ടിട്ടുണ്ട്. നടുക്കടലിൽ കപ്പൽ മുങ്ങി താന്നുകൊണ്ടിരിക്കുക. കപ്പൽ നടുക്കടലില് വലിയ താന്നുകൊണ്ടിരിക്കുക. അന്നേരം കപ്പലിനകത്ത് 2 വിദ്വാന്മാര് തലയുണ്ടാക്കുന്നു. എനിക്ക് വന്ന് പെന്തിക്കാരാകാനാ സാധ്യത. തലയണയ്ക്ക് ഒരുത്തൻ പറഞ്ഞിട്ട് എൻ്റെ തലയണ ഇന്നലെ രാത്രി ഞാനാ വെച്ചേ. അവൻ പറഞ്ഞു ചുണയുണ്ടേ മേടിക്കാവോ എന്ന്. എടാ ബിഡി, ഇത് മുഴുവൻ താന്നുകൊണ്ടിരിക്കുക. നിന്റെ തലയിണ കട്ടിലൂടെ താഴുക. മനസ്സിലാകുന്നുണ്ടോ? മുമ്പ് ഒരു ചൊല്ലിയത് ഓർക്കുന്നില്ലോ, തവള എന്നെ തപ്പിയതുപോലെ ഇത് മുഴുവൻ താന്നുകൊണ്ടിരിക്കുക. മൊത്തത്തിൽ പൂട്ട് വരുന്നതിന് മുന്നേ നീ പ്രാർത്ഥിച്ച് ബലപ്പെട്ടോണം. ഇപ്പൊ അത്രയൊക്കെ പറയാൻ ഒക്കുള്ളൂ. അതുകൊണ്ടാണ് പൂട്ട് വരുമ്പോൾ IPC ആണോ, ചർച്ചക്കോടാണോ, അസംബ്ലീസ് കോഡാണോ, ചാരോനാണോ, നെയ്യലാണോ, പെനിയലാണോ, അന്തർദേശീയമാണോ, ഇൻഡിപെൻഡന്റ് ആണോ, കല്ലുമലയാണോ, കുരിശുമലയാണോ, ഒരു മല അവർ നോക്കുകയല്ല.
കാതും കരുത്തുമില്ലാത്ത നിന്നെ പിടികൂടും, മീശ പഠിച്ച നിന്നെ സൂക്ഷമായിട്ട് തരും. നീ അവിടെ പമ്മി ഇങ്ങനെ ജീസസ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നാവികായിരിക്കും താങ്ങ് തരുന്നത് കൊച്ചുങ്ങൾ. അതുകൊണ്ട് ഞാൻ നല്ല ബുദ്ധി നിന്നോട് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരാതെ പ്രാർത്ഥിച്ച് ബലപ്പെട്ടോണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി മുഴു ലോകത്തോടുമായി പറയുന്നത്, സകല പെന്തിക്കോസ്. ഇപ്പൊ ചിലർക്കുന്ന അമേരിക്ക കുഴപ്പമില്ലെന്ന്, അവിടെയും കുഴപ്പം വരും. പേർഷ്യ എവിടാ കുഴപ്പം വരാത്തെ? മുഴു ലോകത്തിനും കുഴപ്പം വരും. സ്തോത്രം. അങ്ങനെ ഈ പുസ്തകം പഠിപ്പിക്കുന്നത് ഒരു ഏരിയയിൽ മാത്രം കുഴപ്പം വരുമെന്നല്ല, അവൻ സകലയിടത്തും വട്ടം നിന്നെ പിടികൂടും. അങ്ങനെ പിടികൂടുന്നതിന് മുമ്പ് ദൈവമക്കൾ പ്രാർത്ഥിച്ച് ആത്മാവിൽ ബലപ്പെടണം. അതിനുള്ള സമയമാ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് ഒന്നുകൂടെ പറയാ, സഭാ സ്പിരിറ്റ് പാടില്ല, കക്ഷിപക്ഷ വർഗ വർണ്ണവ്യത്യാസം പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആലോക്യമുണ്ടാക്കരുത്, അവൻ ബോർഡ് കണ്ട് ഇളകരുത്, അവൻ പ്രാർത്ഥിച്ച് ബലപ്പെടണം. യാക്കോബ് പറയാ, എടാ ക്ഷാമം കൊണ്ട് കൊടുമ്പിരിക്കൊള്ളുക, നിങ്ങൾ തമ്മിൽ എന്നാ നോക്കി നിൽക്കുന്നേ? ചർച്ചക്കോടാന്നോ? ഞങ്ങൾ ചർച്ചക്കോടാന്നേലും ഏതാ? തുലാത്ത ആദ്യത്തെ വെള്ളിടി നിന്റെ ഉച്ചിയിലായിരിക്കണം. അല്ല പിന്നെ എന്നെ മറുപടി പറയാന്. എടാ അത് തപ്പണ്ട, നേരെ വാന്നോ ഇത്? നിങ്ങൾ IPC ആന്നോ? ഏത് സെന്ററാ? എടാ നീ തലയണയ്ക്ക് അടി ഉണ്ടാക്കാതെ ബേബി. മനസ്സിലാകുന്നുണ്ടോ? കപ്പൽ മൊത്തം താഴാൻ പോവുക. നിങ്ങളേതാ? ഞങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡ്. മലബാറാന്നോ മലയാളം ഡിസ്ട്രിക്റ്റ് ആണോ എന്ന്? പണ്ട് കോടതി കേസ് ചെന്ന് വേറൊരു മാസ്റ്റർ ഒരു ഡിസ്ട്രിക്റ്റ് അങ്ങ് രൂപീകരിച്ചു. അവസാനം കോടതി ചെന്നു. കോടതി മജിസ്ട്രേറ്റ് വിളിച്ചു, കാര്യങ്ങളെ ചോദിച്ചു, എന്നാ നിങ്ങളുടെ വിഷയം? കാര്യം അപ്പം പ്രതിഭാഗം ആദിഭാഗം വക്കീൽ അപ്പോൾ പറഞ്ഞു, എൻ്റെ ഡിസ്ട്രിക്റ്റ് കയറി ഇവൻ വേറെ ഡിസ്ട്രിക്റ്റ് ഉണ്ടാക്കി. മജിസ്ട്രേറ്റ് പുള്ളി അന്തം വിട്ടുപോയി. പുള്ളി ചോദിച്ചു, നിങ്ങൾ എവിടാ? ഞാൻ കായംകുളം ഡിസ്ട്രിക്റ്റ്. അങ്ങനെ ഡിസ്ട്രിക്റ്റ് ഇല്ലല്ലോ. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്, കൊല്ലം ഡിസ്ട്രിക്റ്റ്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് ഒക്കെ നാളെ കാലത്തെ ഡിസ്ട്രിക്റ്റ്, കോട്ടയം ഡിസ്ട്രിക്റ്റ്, ഇടുക്കി ഡിസ്ട്രിക്റ്റ്, എറണാകുളം ഡിസ്ട്രിക്റ്റ്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്, തൃശ്ശൂര്, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്, കണ്ണൂര്. നിന്നോട് ആര് പറഞ്ഞു കായംകുളം ഡിസ്ട്രിക്റ്റ് ഉണ്ടാക്കാൻ? അപ്പൊ അവൻ ചോദിച്ചു, ഇനി ഏത് ഡിസ്ട്രിക്റ്റാ ഉണ്ടാക്കിയ? കരുനാഗപ്പള്ളി ഡിസ്ട്രിക്റ്റ്. എടാ തലയണയ്ക്ക് അടി ഉണ്ടാക്കാതെ പെന്തിക്കോസുകാരോടായി പറയുന്നത്, നീ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്ക്, തമ്മിൽ നോക്കി നിൽക്കാതെ, തമ്മിൽ സ്കാൻ ചെയ്യാതെ നീ പ്രാർത്ഥിക്കാൻ. ചെല്ല് നടന്നു പോകുമ്പോൾ ചെല്ല് നന്നായിട്ട് സ്കാൻ ചെയ്യുന്നവരുണ്ട്. ഞാനാന്ന് കഴിഞ്ഞ ആഴ്ച എല്ലാം കുമ്പനാട്ട് എല്ലാ ദിവസവും പോയി. എന്നെയാണ് ചൊവ്വിനെ അങ്ങ് സ്കാൻ ചെയ്യുക. ഞാനും നല്ല വിടർന്ന് അങ്ങ് നിന്ന് കൊടുത്തു, നീ എഴുതി വെച്ചങ്ങ് പോടാൻ, ഇനി ഇത് കൂടുതൽ എന്നാ ചെയ്യാനാ? ഞാൻ ഓടെ നിന്ന്. നീ തമ്മിൽ നോക്കി നിൽക്കാതെ സ്തോത്രം മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ച് ബലപ്പെടാൻ. ഇത് തമ്മിൽ ആക്ഷേപിക്കേണ്ട, അപവാദം പറയേണ്ട, ചെളിവാരി എറിയേണ്ട സമയമല്ല. ദൈവമക്കളോടായി പറയുന്നത്, പ്രാർത്ഥിച്ച് ബലപ്പെട്. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം? 1, അവൻ പുത്രനെ ചുംബിക്കണം. 2, മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. എന്താ ഈ മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണമെന്ന് പറയാൻ കാര്യം? അതാ മിസ്രയീമിനെ പറ്റി ആത്മീയമായിട്ടൊരു വ്യാഖ്യാനം വെളിപ്പാട് പുസ്തകം അധികം വ്യാഖ്യാനിക്കുന്നില്ല. 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചു. എന്താ ഈ മിസ്രയീം? വെളിപ്പാട് പുസ്തകം 11-ന്റെ 8 അതിന്റെ ആത്മീക വ്യാഖ്യാനം വായിച്ചാട്ട്. വെളിപ്പാട് 11-ന്റെ 8, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം വിവാദ അധ്യായമാണ്. വേദപഠിതാക്കളുടെ ഇടയിൽ തർക്കമുള്ള അധ്യായമാണല്ലോ വെളിപ്പാട് 11. അതിലെ പ്രതിപാദ്യ വിഷയം തന്നെ 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നു. അത് ഏലിയാവും മോശയുമാണെന്നും ഹാനോക്കും ഏലിയാവും ആണെന്നൊക്കെ തർക്കം അവിടെ നിൽക്കട്ടെ. 2 സാക്ഷികളെ പറ്റി പരാമർശിക്കുമ്പോൾ പറയുന്ന ഒരു പദമുണ്ട് 11-ന്റെ 8. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രൈമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും.
സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അപ്പോൾ ആത്മീകമായി മിസ്രയീം എന്നും സൊളോമോന് പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതികളിൽ അവരുടെ ശവം കിടക്കും. ആത്മീകമായി മിസ്രയീം, ആ മിസ്രയീമിന്റെ പ്രത്യേകത അവിടെ എഴുതി വച്ചിരിക്കുന്നത് അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട ഇടമാണ്. അവരുടെ കർത്താവ് അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും. അപ്പൊ അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട ഇടം, ആ സ്ഥലത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രയോഗമാണ് ആത്മീകമായി മിസ്രയീം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. എന്തിന്? ജീവിച്ചിരിക്കാൻ. എന്തുവാ മിസ്രയീം? അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട ഇടം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു ചിന്ത പറയാ, ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് നീ മുൻപോട്ട് പോയാൽ നിനക്ക് ജീവിച്ചിരിക്കും. ഇന്ന് രാത്രി ജീവിച്ചിരിക്കാനുള്ള മാർഗമാ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് ഏറ്റുപറ, യേശുവേ ഞാനൊരു പാപിയാ, യേശുവേ ഞാനൊരു ക്രമം കെട്ടവനാ, യേശുവേ ഞാനൊരു ദോഷിയാ, യേശുവേ ഞാനൊരു ഭോഷനാ, ഞാനൊരു മഹാപാപിയാ. ഇന്ന് രാത്രി മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനാണല്ലോ അവിടുന്ന് പങ്കപ്പാട് സഹിച്ചത്. മുൾക്കിരീടധാരിയായി, മുഖത്തെ രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി, കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് ചാട്ടവാറിന്റെ ഘോരമായ പ്രകടമേറ്റ് മുൾക്കിരീടധാരിയായി കോലുകൊണ്ട് തലയിൽ അടിച്ചപ്പോൾ മുള്ള് അകത്തോട്ടിറങ്ങി. ചരിത്രം പറഞ്ഞ് കണ്ണ് വെളിയിലോട്ട് ഉന്തി വന്നു. ആമ മുതുക സങ്കീർത്തനക്കാരൻ പറയുക ഉടമജാല് പോലെ നീളത്ത് കീറി. ആമേ രോമൻ കത്തിരിക്കുന്ന ഇടയിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവിടുത്തെ താഴ്ചയിൽ ന്യായം കിട്ടാതെ വന്നു. ആമൻ മുഖത്ത് കാർക്കച്ച് തുപ്പലേറ്റ് മുറ്റുചുരുട്ടിയുള്ള ആമൻ ആ പ്രകരമേറ്റ് കണ്ണ് മൂടിക്കെട്ടി അവിടുത്തെ കന്നത്തടിച്ചു. ഈ പങ്കപ്പാടുകളെല്ലാം സഹിച്ചത് അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ചിന്തി. ഇന്ന് രാത്രി ഒടുവിൽ കാൽവറിയുടെ കൊലമരത്തിൽ 2 ദുഷ്പ്രവർത്തിക്കാണ് നടുവിൽ ഇരുമ്പാടുകളിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന യേശു ക്രിസ്തു എന്തിന് ഞാനും നീയും അനുഭവിക്കേണ്ട പങ്കപ്പാടുകൾ, വേദനകളും ശാപങ്ങളും ദോഷങ്ങളും നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു. മനതോടെ ശാപ മരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാല മനസ്സോടെ ശാപ മരത്തിൽ തൂങ്ങിയ മാനുവേല ദൈവജാല നിനക്ക് ചേർന്ന് പാടാൻ ഞാനയ്യോ നിനക്ക് വേദന വരുത്തി വെച്ചതു നീജൻ ഞാനയ്യോ. ഇന്ന് രാത്രി കാൽവറിയിലേക്ക് കൺകളുയർത്ത് എന്റെ ഇന്നിന്റെ ഈ ശാപം മാറ്റുവാൻ, സകല പാപവും പരിഹരിക്കുവാൻ, നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ, നമുക്ക് വേണ്ടി രക്തം ചിന്തിക്കവൻ, നമുക്ക് വേണ്ടി തന്റെ ശരീരം മുറുക്കപ്പെട്ടല്ലോ. കാൽവറിയിലേക്ക് കൺകളുയർത്തി ക്രൂശിന്റെ ചുവട്ടിൽ നീ വന്ന് ഇന്ന് വാചനം ഏറ്റെടുത്താൽ നിനക്ക് ജീവിച്ചിരിക്കാം, നിത്യജീവൻ കിട്ടും. ഞാൻ സമയത്തെ ഭയപ്പെടുന്ന കൊണ്ട് വാക്കുകൾ അങ്ങ് നിർത്തുക, ദീർഘമാക്കുന്നില്ല. ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം? 1, പുത്രനെ ചുംബിക്കണം. 2, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. പാരമ്പര്യം ഒന്നും പറഞ്ഞാൽ രക്ഷപ്പെടുകയല്ല. ഞാൻ പെന്തിക്കോസില, എൻ്റെ അപ്പച്ചൻ പാസ്റ്റർ, വല്യപ്പച്ചൻ മൂപ്പന, ഞങ്ങളുടെ വീട്ടിലാ ഹാളിരിക്കുന്നത്. അതൊക്കെ നല്ല കാര്യം. ഇപ്പൊ കറങ്ങുന്ന ഫാൻ എൻ്റെ മോൻ മേടിച്ചു കൊടുത്തതാ, സ്ഥലം ഞങ്ങൾ കൊടുത്തതാ, കുരിശും തൊട്ടി ഞങ്ങളുടെ പുരയിടത്തിലാ, ഈ പള്ളി അയ്യോ ഞങ്ങളുടെ പള്ളി, അതൊക്കെ ഞാൻ എതിർക്കുന്നില്ല. ഞങ്ങൾ ഏത് കുടുംബമാണെന്നറിയാമോ? അത് നല്ല കാര്യം, അതെല്ലാം നല്ലതാ. സ്വർഗത്തിൽ പോവുകയല്ല. പാപ്പച്ച, സ്വർഗത്തിൽ പോകണമെങ്കിൽ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. തോമാസ് ലീഗ ഇവിടെ വന്നു, അതിനെന്നെ സ്വർഗത്തിൽ പോവുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണം. അതിനാ ഇന്ന് രാത്രിയിൽ യോഗം വെച്ചത്. ഇന്ന് രാത്രി ജീവിച്ചിരിക്കാൻ 2, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ഒരു കാര്യത്തോടെ പറഞ്ഞ് വാക്കങ്ങ് നിർത്താം. വേറെയും കാര്യങ്ങളുണ്ടെങ്കിലും ആവശ്യമുള്ളത് ഇത് മതി. ഇനി പിറകാലെ വരുന്നവര് അതിൻ്റെ കാര്യങ്ങൾ പറയും.
ജീവിച്ചിരിക്കാൻ 3 എന്തോ ചെയ്യണം. വായിച്ചേ എഫീസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-2. അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് വായിച്ച് നമുക്ക് 1-2 കാര്യം പറഞ്ഞങ്ങ് പിരിയാം. എഫീസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-2. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെയും നിന്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കാം. മൂന്നാമത്തെ ചിന്ത, ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? എന്റെ ഭാഷയെ പറഞ്ഞാൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം, മാതാപിതാക്കളെ ആദരിക്കണം. അല്ലാതെ സഭാഗോള് പണിത് കൊടുത്തത് കൊണ്ടോ, യോഗം നടത്തിയത് കൊണ്ടോ, ക്രൂസൈഡ് വെച്ചത് കൊണ്ടോ അതൊക്കെ നല്ല കാര്യമാണ്. പരസ്യോഗം, മുട്ടിന് അങ്ങ് പരസ്യോഗം, അത് നല്ല കാര്യം. ലഘുലേഖ, തമ്പിയുടെ ഹൃദയം. അടുത്ത പുള്ളി തകരുന്ന, അവന്റെ വീടാകെ തകർന്നിരിക്കുക. തന്തയും തള്ളയും വെള്ളം കുടിക്കാതെ തകർന്ന് പരുവക്കേടാ. എന്നാലും ഇവൻ അപ്പറെ കൊണ്ട് തകരുന്ന കപ്പൽ. സ്തോത്രം. ഇതൊക്കെ നല്ലതാ. ലഘുലേഖ കൊടുക്കുന്ന നല്ലതാ, പരസ്യോഗം നല്ലതാ, കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന നല്ലതാ, സഭാകാളിൽ പോകുന്ന നല്ലതാ, സഭാകോള് പണിത് കൊടുക്കുന്നത് നല്ലതാ. പക്ഷേ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ടത് മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഞാൻ എപ്പോഴും പറയും, 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച അമ്മ ദുഃഖിക്കരുത്. പ്രായമുള്ള അമ്മമാരാ അപാകതകളൊക്കെ കാണും. പഴയ ആൾക്കാരില്ലേ, അതിൻ്റെ മൂശാട്ടത്തരമൊക്കെ കാണും. ചിലതിന് നല്ല മൂശാട്ടമുള്ളത് കൊണ്ട്. എന്നാലും അങ്ങ് സഹിക്ക്. ഞാൻ എപ്പോഴും പറയും, ഇരുന്നിടത്തോളം കാലം ഇനി ഇരിക്കുകയല്ലോ, ഇരുന്നിടത്തോളം കാലം ഇനി ഇരിക്കുകയല്ല. അപ്പൊ അത് ഇരിപ്പണ്ട ഇനി ഒരു ചിരഞ്ജീവിയായിട്ടിരിക്കുമെന്നും പറഞ്ഞൊക്കെയായി ഇരിക്കുന്നത്. ചിലരുടെ ഇരിപ്പ് കണ്ടാൽ നേരം വെളുപ്പിക്കുകയല്ലെന്നും പറഞ്ഞ ഒരു ദോഷവും വരാതിരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, വൃദ്ധസദനത്തെ വിടരുത്, അനാഥാലയത്തെ വിടരുത്, അപ്പനെ അമ്മയും ബഹുമാനിക്കണം, അപ്പനെ അമ്മയെ ശുശ്രൂഷിക്കണം. ചിലപ്പോൾ മുള കുടച്ചതേ ഉള്ളു, മതി, അത് സമയത്ത് കൊടുക്കണം. ചൂടുകഞ്ഞി നമുക്ക് സാഹചര്യം അതെ, ചൂടുകഞ്ഞിയേ ഉള്ളു, മതി, അത് സമയത്ത് കൊടുക്കണം. അനിച്ചക്കഞ്ഞി കോഴി പ്ലാവല കൊട്ടി വെച്ച് കൊടുക്കരുത്. പെട്ടെന്ന് ബാധർക്ക് എനിക്ക് യോഗത്തിന് പോകേണ്ടതാ. അനിച്ചക്കഞ്ഞി നീ 5-6 ആഴ്ച കൊടുക്കണ്ടല്ലോ, വള്ളയുടെ തൊണ്ട എല്ലാം പൊള്ളി. മാതാപിതാക്കളെ ബഹുമാനിക്കണം. പണ്ട് കേട്ടിട്ടുണ്ട് ചിലര് ഈ എന്തുവാ കൃത്രിമം കാണിക്കുന്നുണ്ട്. പണ്ട് ഭർത്താവും ഭാര്യയും ജീവിക്കാൻ അമ്മയുണ്ട്. അപ്പം ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്ന് പോകും ജോലിക്ക്, പ്രാരാബ്ധമാണ്. അർദ്ധരാത്രിയിലായി വരുന്നത്. പിള്ളേരെയും ഭാര്യയും അമ്മയൊക്കെ സന്ധിക്കണ്ടേ. അപ്പം ഈ തള്ള ഭാര്യ അമ്മയ്ക്കൊന്നും കൊടുക്കുകയില്ല. അപ്പം ഭർത്താവ് തിരക്കില്ല, ഒത്തിരി ക്ഷീണിതനായിട്ടാണ് വരുന്നത്. ഭർത്താവ് ഒന്ന് ചോദിക്കും, എടി അമ്മ വല്ലതും കഴിച്ചോ? അമ്മയ്ക്കൊന്നും വേണ്ട, എന്തോ ചോദിച്ചാലും വേണ്ട എന്നാ പറയുന്നത്. ഇത് മിക്ക ദിവസവും കേൾക്കുന്നുണ്ടോ? അപ്പം അവന് ഓർത്തും വേണ്ട, തിരക്കാ. പിന്നെ ഒരു ദിവസം പിന്നെ ഡൗട്ട് ചോദിച്ചെടി അമ്മയ്ക്ക് വല്ലതും കൊടുത്തു? യോ, അമ്മയ്ക്ക് എന്നാ ചോദിച്ചാലും വേണ്ടെന്നാ. കേൾക്കണോ? ഉടനെ ഓടി അമ്മയുടെ മുറി. പുള്ളി കട്ടം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവള് ചെന്ന അമ്മയോട് രഹസ്യമായിട്ട് പതുക്കെ ചോദിക്കുക. അത് അവൻ കേൾക്കുന്നില്ല. അമ്മേ, കപ്പലേ കയറണോ? ഉടനെ അമ്മ അവിടെ കൊണ്ട് വേണ്ടായേ, കേട്ടോ, ഇതാ എന്നെ ചോദിച്ചാലും വേണ്ടെന്നാ. പിന്നെ അവൻ ഓർത്ത് കാണുന്ന നേരാ. പിന്നെ ചോദിച്ചു, അമ്മേ വിമാനത്തെ കേട്ടട്ടെ? വേണ്ടായേ, വേണ്ട. എവിടെ തൊഴിലതാ. ഒരു ദിവസം യവന് ഡൗട്ടേടെ ഇതിന് ഇങ്ങനെ ഒക്കത്തില്ലല്ലോ. യവൻ ഒരു ദിവസം അങ്ങോട്ട് ചെയ്തു. അപ്പൊ അമ്മ പരിവക്കേടായി. യവൻ ചെന്ന് വെച്ചു, അമ്മേ പതൊക്കെയാ സമയം, എന്തോ അമ്മയ്ക്ക് എന്തുവാ വേണ്ടത്? അങ്ങനെ ചെറിയ ചൂട് കഞ്ഞി കിട്ടിയാ കൊള്ളാം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ അത്രോ പറയുന്നുള്ളൂ. മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച് നിന്നെ വളർത്തിയ അമ്മ ദുഃഖിക്കരുത്. അമ്മയുടെ കണ്ണുനീര് ആവശ്യമില്ലാതെ നിന്റെ വീട്ടിൽ വീണാൽ അത് പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ട് മാറത്തില്ല. ബന്ധനം അടിക്കുന്ന പാസ്റ്റർമാരാരേലും അടിക്കാൻ വന്ന പാസ്റ്റർ അമ്മ അനാഥാലയത്തിൽ ഇട്ടാച്ചാ വന്നേക്കുന്നത്. കാരണം പുള്ളിക്ക് ഈ ശുശ്രൂഷയുടെ തിരക്ക് കാരണം അമ്മയെ ശുശ്രൂഷിക്കാൻ. എന്തിനാടാ ഇങ്ങനെ? ശുശ്രൂഷ അല്പം കുറവാണേലും മാതാപിതാക്കളെ ശുശ്രൂഷിക്ക്, അവരെ ബഹുമാനിക്ക്, അവരെ ആദരിക്ക്. പുസ്തകം പഠിപ്പിക്കുന്നത് അവൻ നന്മയുടെ വഴി ദൈവം തുറക്കും.
നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. ഇന്ന് രാത്രി മാതാപിതാക്കളെ ആദരിച്ചാൽ, ശുശ്രൂഷിച്ചാൽ, ബഹുമാനിച്ചാൽ നിനക്ക് ദീർഘായുസ് ജീവിച്ചിരിക്കും. സ്തോത്രം. ജീവിച്ചിരിക്കാൻ 1 പുത്രനെ ചുംബിക്കണം. 2 ജീവിച്ചിരിക്കാൻ ആമേൻ സ്തോത്രം ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 3 ജീവിച്ചിരിക്കാൻ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യണം. ആമോസിന്റെ പ്രവചനം വായിക്കണ്ട. 5 ജീവിച്ചിരിക്കാൻ ദൈവത്തിന്റെ വചനം കേൾക്കണം. എന്തുവാ ദൈവത്തിന്റെ വചനം? ആ വചനത്തിന്റെ പ്പെടുക, ആത്മസ്നാനം പ്രാപിക്കുക, തിരുമേശ എടുക്കുക, വേർപാട് പാലിക്കുക, കൂട്ടായ്മ ആചരിക്കുക, സത്യ ഉപദേശത്തിൽ നിലനിൽക്കുക, ഓരോ ദിവസവും ജീവിതത്തെ ക്രമീകരിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. ഇതാ ദൈവവചനത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ. അതനുസരിച്ചാൽ നീ ജീവിച്ചിരിക്കും. ഇന്ന് രാത്രി നമുക്കൊരു നിമിഷം ഒന്ന് സമർപ്പിക്കാം. ഈ പ്രാരംഭ രാത്രിയിൽ കേൾക്കപ്പെട്ട ലളിതമായ ചിന്തയുടെ മുമ്പാകെ നമ്മെ ഒന്ന് സമർപ്പിക്കാം. അടുത്തിരിക്കുന്ന ആരെയും നോക്കണ്ട, ആരെയും വിധിക്കണ്ട. ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവേ, ജീവിച്ചിരിക്കാൻ ഇന്ന് രാത്രി അവിടുത്തെ ചുംബിച്ച്, അവിടുത്തെ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് അവിടുത്തെ രക്ഷകനായി സ്വീകരിച്ച്, മാതാപിതാക്കളെ ബഹുമാനിച്ച്, ദൈവവചനം പ്രമാണിച്ച് ജീവിക്കുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നെന്ന് ആര് തീരുമാനിക്കും, അവർക്ക് ദൈവം ആരോഗ്യവും ബലവും ഓജസ്സും തേജസ്സും നിന്ന് ജയത്തോടെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാ. എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ, എല്ലാവരും സമർപ്പിച്ചാട്ടെ, എല്ലാവരും സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സമർപ്പിക്കുക. ഈ രാത്രി സമർപ്പണത്തോടെ നമുക്ക് തിരിച്ചു പോകാം. ജീവിച്ചിരിക്കുവാൻ ഒന്നുകൂടെ ഊന്നി പറയാ. മരണത്തിന്റെ തണുത്ത കരം വന്ന് തലോടുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നല്ല അന്ത്യം പ്രാപിക്കുവാൻ ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ നമുക്ക് ചേർന്നൊന്നും പാടാം. കർത്താവിന്റെ മകത്ത് സത്യവചനം കേട്ടു നീവാ, നിത്യജീവൻ നിന്റെ കേടുമേ. സത്യവചനം കേട്ടു നീവാ, നിത്യജീവൻ നിനക്ക്. നിൻപും ജീവപുസ്തകത്തിൽ ഉണ്മയായി ഇന്ന് എഴുതിടുമേ. നിൻപും ജീവപുസ്തകത്തിൽ ഉണ്മയായി ഇന്ന് എഴുതിടുമേ. വരുവീ നീ നല്ല സമയം. ചേർന്ന് പാടാം. നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ നീ നല്ല സമയം. ജീസസ് ഹല്ലേലൂയ. നിന്നെ യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപവ്യാധിയെയും ഓ മറന്നയല്ല ബലഹീനവും. ഓ പാപവ്യാധിയെയും നിന്നെ സൗഖ്യമാക്കിയ നടിപ്പിണരാൽ. കോരകുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കിയ നടിപ്പിണരാൽ. വരുവീ നീ നല്ല സമയം. വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ നീ നല്ല സമയം. ഹല്ലേലൂയ. വൃഥാവാക്കാതെ ഇന്ന് രാത്രി കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കുവാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ എന്നോട് ചേർന്ന് ഒരു വാക്ക് ഒന്ന് സമർപ്പണത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. ജീവിച്ചിരിക്കുവാൻ അവിടുത്തെ ചുംബിച്ച്, അവിടുത്തെ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് അവിടുത്തെ രക്ഷകനായി സ്വീകരിച്ച്, മാതാപിതാക്കളെ ബഹുമാനിച്ച്, ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. എന്നെ രക്ഷിക്കണം, ആരോഗ്യം നൽകണം, ജീവിച്ചിരിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ. ഈ വിധത്തിൽ പ്രാർത്ഥിച്ച എല്ലാവരെയും ദൈവം
അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ ക്ഷണിച്ച ചിറ്റാർ ഷാരോൺ സഭയുടെ ശുശ്രൂഷകൻ, ചുമതലപ്പെട്ടവർ, പ്രിയ സജിച്ചായനെ, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന നന്ദി. ഈ ദേശത്ത് ഇന്ന് രാത്രി കൂടപ്പെട്ട ദൈവമക്കൾ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക ദൈവമക്കൾ, എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി എല്ലാവരോടും അപേക്ഷിക്കുന്നു, അനേകരുടെ പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ് ഇതുവരെ നിൽക്കുന്നത്. തുടർന്നും എൻ്റെ ഭാഷയെ പറഞ്ഞ് ഓരോ സ്റ്റെപ്പും വെക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ആവശ്യമാ. അപേക്ഷിക്കുന്നു. ഓർക്കുമ്പം എളിയവനെയും കുടുംബത്തെയും ദൈവദാസന്മാരെയും എല്ലാം വഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.